നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. ശബരിമലയിലെ സ്വർണ്ണമോഷണത്തിൽ പ്രതിരോധത്തിലായ സർക്കാരിനും ദേവസ്വം ബോർഡിനുമെതിരെ യുവതീ പ്രവേശന വിഷയം വീണ്ടും ചർച്ചയാക്കി UDF. വിശ്വാസി സംരക്ഷണ മാർച്ചിൽ NK പ്രേമചന്ദ്രൻ MP യുവതീ പ്രവേശനത്തിലെ സർക്കാരിന്റെ ചെയ്തിയെക്കുറിച്ച് പറഞ്ഞതിനെ വർഗീയത ഇളക്കിവിടാനുള്ള ശ്രമമായാണ് LDF പ്രചരിപ്പിക്കുന്നത്. പൊറോട്ടയും ബീഫും കഴിപ്പിച്ചാണ് യുവതികളെ 2019 ശബരിമല ചവിട്ടിച്ചതെന്ന് പ്രേമചന്ദ്രന്റെ ആരോപണം മുൻപും ഉന്നയിച്ചിട്ടുള്ളതാണ്. 2019 തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് ഹൈക്കോടതിയിൽ തെരഞ്ഞെടുപ്പ് ചട്ടം ലംഘിച്ചെന്ന പരാതിയും വന്നിരുന്നു. കോടതി പരിഗണിക്കാതിരുന്ന വിഷയം പ്രേമചന്ദ്രൻ വീണ്ടും ഉന്നയിക്കുമ്പോൾ അദ്ദേഹത്തിനെതിരെ അധിക്ഷേപ ശരങ്ങളുമായി CPM നേതാക്കൾ വരുന്നതെന്തിന്? CPM-നെ പൊള്ളിക്കുന്നു. പൊറോട്ടയും ബീഫും കഴിപ്പിച്ചാണ് മല കയറ്റിയതെന്ന പ്രേമചന്ദ്രന്റെ ആരോപണം. പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യും. UDF-ന്റെ വിശ്വാസ സംരക്ഷണ മാർച്ച് പന്തളത്ത് സമാപിച്ച സമയത്തായിരുന്നു NK പ്രേമചന്ദ്രൻ MP ഇത്തരമൊരു പരാമർശം നടത്തിയത്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് ആദ്യം. 2018 സുപ്രീം കോടതിയുടെ വിധി ഉണ്ടായപ്പോ വിധി പകർപ്പ് കേരള ഗവൺമെന്റിന് ലഭിക്കുന്നതിന് മുമ്പ്, അതിന്റെ പകർപ്പ് ലഭിക്കുന്നതിന് മുമ്പ് 10 മണിക്കൂറിനുള്ളിലാണ് DGP അടക്കമുള്ള കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചു വരുത്തി യുദ്ധകാലാടിസ്ഥാനത്തിൽ സ്ത്രീകളെ ക്ഷേത്രത്തിൽ പ്രവേശിപ്പിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചതും ഇവിടെ ശ്രീ ഷംസുദ്ദീൻ സൂചിപ്പിച്ചതുപോലെ റഹ്ന ഫാത്തിമയും അമ്മിണിയും ബിന്ദു അമ്മിണി ഉൾപ്പെടെയുള്ളവരെ ഞാൻ ഇപ്പോഴും പോലീസ് ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞറിഞ്ഞത് എന്ന് പറയുവാൻ ആഗ്രഹിക്കുന്നു. പാലായിലെ ഗസ്റ്റ് ഹൗസിൽ കൊണ്ടുവന്ന് ബീഫും പൊറോട്ടയും വാങ്ങിക്കൊടുത്ത് വിശ്വാസത്തെ വികലമാക്കി അതിനുശേഷം പോലീസ് വാനിൽ ആരും കാണാതെ കിടത്തിക്കൊണ്ടുവന്ന് പമ്പയിലെത്തിച്ച് മലകയറ്റാൻ നേതൃത്വം കൊടുത്ത പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ആഭ്യന്തര വകുപ്പും ആ ഗവൺമെന്റുമാണ് പമ്പയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ആഗോള അയ്യപ്പ സംഗമത്തിന് നേതൃത്വം കൊടുത്തത്. പ്രൈം ഡിബേറ്റിൽ CPM-നെ പ്രതിനിധീകരിച്ച് തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് D. സുരേഷ് കുമാർ, BJP നേതാവ് ശ്രീ P. ശ്യാംരാജ്, കോൺഗ്രസ് നേതാവ് ശ്രീ വസന്ത് തെങ്ങുംപള്ളി എന്നിവർ ചേരുകയാണ്. രാഹുൽ ഈശ്വർ അല്പസമയത്തിനകം ചർച്ചയിൽ പങ്കുചേരും. ആദ്യം ശ്രീ P. ശ്യാംരാജ്, NK പ്രേമചന്ദ്രന്റെ ഈ വാചകം, ഇതിനെതിരെ വലിയ വിമർശനം സൈബർ ലോകത്ത് പ്രത്യേകിച്ച് അദ്ദേഹത്തിനെതിരെ ഉയർന്നു കഴിഞ്ഞിരിക്കുകയാണ്. BJP എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? മഞ്ജുഷേ, ഇപ്പോൾ ഈ ഇദ്ദേഹം പ്രേമേന്ദ്രൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ട് ഞങ്ങൾക്കറിയില്ല. പക്ഷെ ഞങ്ങൾക്ക് അറിയാവുന്ന കുറേ കാര്യങ്ങളുണ്ട്. ശബരിമലയിൽ യുവതീ പ്രവേശനവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കോടതി വിധി വന്ന സമയത്ത് അവിടെ ആ വിധിക്ക് ശേഷം ഇവിടെ എത്രയും പെട്ടെന്ന് യുവതികളെ പ്രവേശിപ്പിക്കുമെന്ന് പറഞ്ഞിട്ട് ഈ കമ്മ്യൂണിസ്റ്റ് സർക്കാർ പോയ സമയത്ത് ആ സമയത്ത് ശബരിമലയിൽ ഉണ്ടായിരുന്ന ഭക്തർക്കെതിരെ പോലും വലിയ അക്രമങ്ങൾ നടത്തിയിട്ടുള്ളൊരു സർക്കാരാണ് ഇവർ. നിങ്ങൾ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ടോ അല്ലെ ആ ശബരിമലയിലെ ഈ രഹന ഫാത്തിമയും ബിന്ദു അമ്മണിയൊക്കെ കയറിയതിന് മുമ്പും ശേഷവുമുള്ള അവരുടെ സോഷ്യൽ മീഡിയ പ്രൊഫൈലുകൾ എടുത്തു നോക്കണം. ഏതെങ്കിലും ഒരു പ്രൊഫൈൽ പോലും അവർക്ക് ഏതെങ്കിലും ഒരു വിശ്വാസമുള്ളതായിട്ടോ അല്ലെങ്കിൽ വിശ്വാസമുള്ളതായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു പോസ്റ്റുകളോ ഒന്നും ഫോട്ടോകളോ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കില്ല. എന്ന് മാത്രമല്ല, രഹന ഫാത്തിമ അയ്യപ്പ ഭക്തരെ മുഴുവൻ അപമാനിക്കുന്ന രീതിയിൽ, അവരെ മുഴുവൻ വേദനിപ്പിക്കുന്ന രീതിയിൽ കറുപ്പുമുടുത്ത് വളരെ വികലമായിട്ടുള്ള അർദ്ധനഗ്നയായിട്ടുള്ള ചിത്രം പോസ്റ്റ് ചെയ്യുക വരെ ചെയ്തിട്ടുണ്ട്. ആ സ്ത്രീയെയാണ്, അതുപോലെയുള്ള ആളുകളെയാണ്, വിശ്വാസത്തിൻ്റെ ലാഞ്ചന പോലുമില്ലാത്ത ആളുകളെയാണ് പിണറായി വിജയൻ കേരളം ഭരിക്കുമ്പോൾ പോലീസിൻ്റെ പ്രൊട്ടക്ഷനിൽ പോലീസിൻ്റെ കോട്ട് ഉപയോഗിച്ച് അവരെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് ശബരിമല കയറ്റിയത്. അതേ സമയത്ത് തന്നെ ഭക്തർക്ക് എന്താ സംഭവിച്ചെന്നറിയോ? അവിടെ ഇരിക്കുന്ന തളർന്നു വന്നിരിക്കുന്ന ഭക്തരെ അവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട് പോലും ഈ പിണറായിയുടെ പോലീസ് സമ്മതിച്ചിട്ടില്ല. എന്ന് മാത്രമല്ല, അവിടെ ഉണ്ടായിരുന്ന ടോയ്ലറ്റുകളിലെ വെള്ളം പോലും കട്ട് ചെയ്യുകയും പല ടോയ്ലറ്റുകളും അടച്ചിടുക പോലും ചെയ്തിട്ടുണ്ട്. അവിടെ ഏതെങ്കിലും ഒരു ഭക്തൻ കിടന്നുറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് നടപ്പന്തലിൽ വെള്ളമൊഴിക്കുക വരെ ചെയ്തിട്ടുണ്ടെന്ന് ഈ സർക്കാർ. അങ്ങനെ ഒരു വശത്ത് ബിന്ദു അമ്മണിയെ പോലെ രഹന ഫാത്തിമയെ പോലെ ഉള്ള ആളുകളെ ശബരിമലയിലേക്ക് കയറ്റി വിടുവാൻ വേണ്ടിയിട്ടുള്ള മുഴുവൻ പ്രവർത്തനങ്ങളും നടത്തിയിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് സർക്കാർ തന്നെ മറുവശത്ത് ഭക്തരെ അടിച്ചമർത്തുകയും ശബരിമലയിൽ കയറാൻ വേണ്ടിയിട്ട് പോലും
സമ്മതിക്കാതെ ഇരിക്കുന്ന നടപടിയിലാണ് നടത്തിക്കൊണ്ടിരുന്നത്. ഇത് കൃത്യമായിട്ട് മഞ്ജുഷ അവരുടെ ഒരു അജണ്ടയുടെ ഭാഗം തന്നെയാണ്. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകും. ഇവിടെ ആലപ്പുഴയിൽ നിന്നുള്ള മുൻ MP ആരിഫ്, അദ്ദേഹത്തിൻ്റെ ഈ ശബരിമലയിലെ ആദ്യകാല പ്രക്ഷോഭവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അതിൽ അദ്ദേഹം പറയുകയാണ്, കോടിയേരി ബാലകൃഷ്ണൻ ഒന്നൊരു നിർദ്ദേശം കൊടുത്തിട്ടുണ്ടെങ്കിൽ ലക്ഷക്കണക്കിന് വരുന്ന SFIയുടെ സഖാക്കളായിട്ടുള്ള പെൺകുട്ടികൾ ശബരിമലയിൽ വന്ന് കയറുമെന്ന്. അതായത് ആരിഫ് അടക്കമുള്ള നേതാക്കന്മാർ, കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ ആഗ്രഹിക്കുന്നത് അങ്ങനെ കോടിയേരി ബാലകൃഷ്ണൻ ഒരു നിർദ്ദേശം കൊടുക്കണമെന്നും പെൺകുട്ടികൾ കയറണമെന്നുമാണ്. ഞങ്ങളുടെ പ്രശ്നം അത് മാത്രമൊന്നുമല്ല, ഇതേ ആരിഫിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമായിട്ടുള്ള നമ്മുടെയൊക്കെ ചർച്ചകളിൽ പങ്കെടുക്കുന്ന അനിൽകുമാർ എന്ന് പറയുന്ന ആള്, അദ്ദേഹം തട്ടവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയം പറഞ്ഞ സമയത്ത് ഈ ആരിഫ് എന്ന് പറഞ്ഞത് ഈ തട്ടവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മുസ്ലിം സമുദായത്തിന്റെ മതപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ആരും കടന്നു കയറേണ്ട ആവശ്യമില്ല, അത് പഠിച്ചിട്ട് ചെയ്താൽ മതി എന്ന് മാത്രമായിരുന്നു. അതായത് ശബരിമലയിൽ അവർക്ക് എന്തുമാകാം, SFIയുടെ പെൺകുട്ടികളെ കയറ്റിവിടുന്നതിനകത്ത് ഒരു പ്രശ്നവുമില്ല. പക്ഷെ മറുവശത്ത് സ്വന്തം വിശ്വാസത്തിന്റെ കാര്യമാകുമ്പോൾ അവർക്ക് പ്രശ്നമുണ്ട്. ഇങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഓരോ നേതാക്കന്മാരും ഓരോ മന്ത്രിമാരും മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ, ഇനി ആ സമയത്ത് മുഖ്യമന്ത്രിയുടെ സ്റ്റേറ്റ്മെന്റ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയോടന്ന് പറഞ്ഞത്, കോടതിയിൽ ഇവർ കൊടുത്ത റിപ്പോർട്ട് അനുസരിച്ചിട്ട് എൻ്റെ ഓർമ്മ ശരിയാണ്, 40-ലധികം വരുന്ന സ്ത്രീകൾ കയറിയെന്ന് വ്യാജ അഫിഡവിറ്റ് കൊടുത്ത ആളുകളാണ് ഇവരെന്ന്. അപ്പോൾ അതിനുശേഷമാണ് നിലവിൽ ഇപ്പോൾ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ആഗോള അയ്യപ്പ സംഗമവും മുഴുവൻ കാര്യങ്ങളും ഇവർ നടത്തിയിട്ടുള്ളത്. അതിലെന്ത് വിശ്വസിക്കാൻ വേണ്ടിയിട്ടാണ്? ഒരു ജനങ്ങളെ എങ്ങനെ എന്ത് വിശ്വസിക്കാൻ വേണ്ടിയിട്ടാണ്? അപ്പോൾ ഇതൊക്കെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് നടത്തിയിട്ടുള്ള പൊറാട്ട് നാടകങ്ങളാണ്. പക്ഷേ ഒന്നാം ശബരിമലയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒന്നാം സമര കാലഘട്ടത്തിൽ ബിന്ദു അമ്മണിയെ, ഈ പറഞ്ഞ രഹന ഫാത്തിമയെ, മുഴുവൻ കനകദുർഗയെ, മുഴുവൻ ആളുകളെയും കയറ്റുവാൻ വേണ്ടിയിട്ട് ഉള്ള പ്രോത്സാഹനം നൽകിയതും പിന്തുണ നൽകിയതും കമ്മ്യൂണിസ്റ്റ് സർക്കാർ തന്നെയാണ്. പക്ഷേ ഇവിടെ പ്രേമചന്ദ്രൻ പറഞ്ഞപ്പോൾ അന്ന് പക്ഷേ സർക്കാർ അങ്ങനെ ചെയ്തപ്പോൾ യുവതി പ്രവേശനത്തിന് അനുകൂലമായ ഒരു സുപ്രീം കോടതി വിധി ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ മറ്റൊരു രീതിയിൽ ഈ പൊറോട്ടയും ബീഫും കഴിപ്പിച്ചാണ് മല ചവിട്ടിച്ചത് എന്ന് പറയുമ്പോൾ അത് വിശ്വാസികളുടെ വിശ്വാസം വ്രണപ്പെടുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ അത് വർഗീയത ഇളക്കി വിടുന്ന ഒരു കാര്യമാണ് എന്ന രീതിയിലുള്ള പ്രചാരണവും നടത്താം. അതാണിപ്പോൾ NK പ്രേമചന്ദ്രനെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളും പ്രേമചന്ദ്രൻ പറഞ്ഞതിനെ ഓൺ ചെയ്യുന്നില്ലല്ലോ അല്ലേ? പ്രേമചന്ദ്രൻ അങ്ങനെ തെളിവുണ്ടെങ്കിൽ പുറത്തുവിടട്ടെ എന്നുള്ളതാണല്ലോ അല്ലേ? പ്രേമചന്ദ്രൻ ഇതുവരെ അങ്ങനെ തെളിവൊന്നും പറഞ്ഞില്ല. പക്ഷെ പോലീസുകാർ നൽകിയ വിവരമെന്നേ അദ്ദേഹം പറയുന്നു. അതിലേക്കാണ് ഞാൻ വരുന്നത്. എനിക്ക് സമയം തരും. അതിലേക്കാണ് ഞാൻ വരുന്നത്. അതായത് ശ്രീ NK പ്രേമചന്ദ്രൻ എന്ന് പറയുന്നത് അദ്ദേഹം ഒരു MP ആണ്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ഞങ്ങൾക്കറിവില്ല. പക്ഷേ അന്വേഷണം നടക്കട്ടെ. അദ്ദേഹം പറയുന്ന അദ്ദേഹത്തിന് ചില പോലീസുകാർ ഇൻഫർമേഷൻ കൊടുത്തു എന്നുള്ളതാണ്. ആ MP ആയിട്ടുള്ള ഒരാൾ, എത്രയോ വർഷങ്ങളായിട്ട് MP ആയിട്ടുള്ള ഒരാൾക്ക് എന്തെങ്കിലും നിർദ്ദേശം കൊടുത്തിട്ടുണ്ടാവും, അല്ലെ എന്തെങ്കിലും ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ടാവും. അതിനെക്കുറിച്ചൊരു അന്വേഷണം നടക്കട്ടെ. ഞങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞു. ഇനി പ്രേമചന്ദ്രൻ പറഞ്ഞ കാര്യം പ്രേമചന്ദ്രൻ പറഞ്ഞോട്ടെ. ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താം. ഈ വർഗീയത പറഞ്ഞു എന്ന് പറയുന്നത്, ആരാണ് മഞ്ജുഷ വർഗീയത പരത്തുന്നത്? തുടക്കത്തിൽ അതാണ് ഞാൻ ഈ ആരിഫിനെ പോലെയുള്ള അതിവർഗീയത പരത്തുന്ന ആളുകൾ. ഷംസീർ പറഞ്ഞത് എന്താണ്? ഷംസീറിന്റെ കാര്യം ഇവിടെ പറയാതിരിക്കാൻ വേണ്ടി പറ്റത്തില്ല. ഗണപതി മിത്താണെന്ന് പറഞ്ഞ അതേ ഷംസീർ തന്നെ പറഞ്ഞത് മലാക്കുകൾ ചിറകുള്ള കുതിരകൾക്ക് മേലെ പറന്നു വരുന്നു എന്നാണ്. അദ്ദേഹത്തിന്റെ വിശ്വാസം എന്തുമായിക്കോട്ടെ, അദ്ദേഹം എന്തും പറഞ്ഞോട്ടെ, അതിന് ഞങ്ങൾക്ക് യാതൊരു എതിർപ്പുമില്ല. പക്ഷേ ഒരു വശത്ത് തന്റെ വിശ്വാസം സയന്റിഫിക് ആണെന്നും ശരിയാണെന്നും പറയുകയും മറുവശത്ത് ഗണപതി മിത്താണെന്ന് പറയുകയും ചെയ്യുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെയാണ്, ഈ അവരുടെ നേതാക്കന്മാർ തന്നെയാണ് വർഗീയത ഇളക്കി വിട്ടിട്ടുള്ളത്. അതുകൊണ്ട് ശ്രീ പ്രേമചന്ദ്രൻ പറഞ്ഞ കാര്യത്തിൽ അന്വേഷണം ആവശ്യമെങ്കിൽ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാകണം. പറഞ്ഞത് നിലവിലുള്ള ഒരു MP തന്നെയാണ്. അതോടൊപ്പം ഈ പറഞ്ഞിട്ടുള്ള എല്ലാ സ്ത്രീകളെയും ശബരിമലയിൽ കയറ്റുവാൻ വേണ്ടിയിട്ട് പോലീസ് പ്രൊട്ടക്ഷനോട് വേണ്ടിയിട്ട് കയറ്റുവാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത് ഈ പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെയാണ്, പിണറായി വിജയൻ തന്നെയാണ്, നിലവിലെ ഇവരുടെ നേതാക്കന്മാർ തന്നെയാണ്. അതിൽ നിന്ന് ഒളിച്ചോടുവാൻ വേണ്ടിയിട്ട് ഇവരെ കൊണ്ട് സാധിക്കില്ല. അതിനുത്തരം പറഞ്ഞേ പറ്റുകയുള്ളൂ. അതിനുശേഷം നടത്തിയിട്ടുള്ള എല്ലാ സംഗമവും ഈ തുടക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെ അയ്യപ്പ ഭക്തന്മാരുടെ കണ്ണിൽ പൊടിയിടുവാൻ വേണ്ടിയിട്ടുള്ള ആഗോള സംഗമമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ആ ആഗോള സംഗമം ആളില്ലാ സംഗമമായിട്ട് പൊളിഞ്ഞതും. കാരണം ഈ മലയാളികൾ അങ്ങനെ പറ്റിക്കാനൊന്നും പറ്റൂലെന്ന്, ഇവിടുത്തെ അയ്യപ്പ ഭക്തരെ അങ്ങനെ പറ്റിക്കാനൊന്നും പറ്റൂല. അവർക്ക് കാര്യം കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന്. അതുകൊണ്ട് തന്നെയാണ്
സർക്കാർ നടത്തിയ ആ ഒരു സംഗമത്തിൽ പോലും ആൾ കുറഞ്ഞു പോയത്. ഇനി ആൾ കുറഞ്ഞു പോയതിനെ കുറിച്ചിട്ട് വേറെ എനിക്ക് പറയേണ്ടി വരും. കാരണം 3000 ഇപ്പോഴത്തെ നിലവിൽ ഇന്ന് നിങ്ങളടക്കമുള്ള മാധ്യമങ്ങൾ പറയുന്ന റിപ്പോർട്ട് അനുസരിച്ച് 3000 എന്ന് പറഞ്ഞ എണ്ണം ആഗോള അയ്യപ്പ സംഗമത്തിൽ 3000 ആളുകൾ വരും എന്ന് പറഞ്ഞത് ഒരുപക്ഷെ അതിൻ്റെ പേരിൽ പണം തട്ടിയെടുക്കാനായിരുന്നോ എന്ന് പോലും സംശയിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ആഗോള അയ്യപ്പ സംഗമത്തിന് ശേഷം ഇന്നേക്ക് വരെയായിട്ട് നിങ്ങളടക്കമുള്ള മാധ്യമങ്ങളിൽ കൂടി വരുന്നതും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നിന്ന് വരുന്നതുമായിട്ടുള്ള വിവരങ്ങൾ അനുസരിച്ചിട്ട് ശബരിമലയിലും കേരളത്തിലെ മുഴുവൻ ക്ഷേത്രങ്ങളിലും ദേവസ്വത്തിന്റെ കീഴിലുള്ള മുഴുവൻ ക്ഷേത്രങ്ങളിലും വലിയ കൊള്ളയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആഗോള അയ്യപ്പ സംഗമം ഇങ്ങനെ പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടിയുണ്ട്. പ്രേമചന്ദ്രനെ കുറെ കാലങ്ങളായി BJPയുടെ തൊഴുത്തിൽ കെട്ടുവാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. സംഘപരിവാറിന്റെ നാവായിട്ട് പ്രേമചന്ദ്രൻ പ്രവർത്തിക്കുന്നു എന്ന രീതിയിൽ പല തവണയായിട്ട് പ്രചാരണങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്നതാണ്. ഇവിടെയും പ്രേമചന്ദ്രൻ ഇങ്ങനെ ഒരു പരാമർശം നടത്തിയപ്പോൾ പൊറോട്ടയും ബീഫും കഴിപ്പിച്ചാണ് രഹന ഫാത്തിമയെയും ബിന്ദു അമ്മിണിയെയും മല ചവിട്ടിച്ചത് എന്ന് അദ്ദേഹം പറയുമ്പോഴും കോൺഗ്രസ് അത് ഏറ്റെടുക്കുവാൻ എന്തുകൊണ്ട് മടി കാണിക്കുന്നു? ഞാനിപ്പോൾ കേൾക്കുന്നത് കൊടിക്കുന്നിൽ സുരേഷ് അദ്ദേഹത്തെ അനുകൂലിച്ച് സംസാരിച്ചിട്ടുണ്ട് എന്നാണ്. പക്ഷെ അതല്ലാതെ കോൺഗ്രസ് അത് ഓൺ ചെയ്യുന്നില്ല. UDFന്റെ വിശ്വാസ സംരക്ഷണ ജാഥയിലാണ് അദ്ദേഹം അത് പറഞ്ഞത്. അത് ശരി തന്നെയാണ്. പക്ഷേ എന്തോ ഒരു മടി കാണിക്കുന്നുണ്ട് കോൺഗ്രസ്. എന്തുകൊണ്ട്? അത് അദ്ദേഹം ഈ സംഘപരിവാറിന്റെ വാലാകുന്നു എന്ന രീതിയിലുള്ള എതിർപ്രചാരണം വരുന്നത് കൊണ്ടാണോ? ശ്രീ മഞ്ജുഷ്, നോക്കൂ, CPM എല്ലാ കാലത്തും എല്ലാ വിശ്വാസങ്ങളെയും ആവശ്യമുള്ളപ്പോൾ തച്ചു തകർക്കുകയും അല്ലാത്തപ്പോൾ ചേർത്തു പിടിക്കുകയും ചെയ്യുന്നതിൽ യാതൊരു മടിയുമില്ലാത്തവരാണ്. ഇപ്പൊ നാടൻ ഭാഷകളുടെ കാലമാണല്ലോ. നമ്മുടെയൊക്കെ നാട്ടിൽ കോട്ടയത്തൊക്കെ പറയാം, അപ്പ കാണുന്നവനെ അപ്പാപ്പ എന്ന് വിളിക്കുക എന്ന്. അത്തരത്തിൽ അപ്പോൾ അവർക്ക് അനുകൂലമായി നിൽക്കേണ്ടത്, വോട്ട് ബാങ്ക് സൃഷ്ടിക്കാൻ സാധിക്കുന്നത് ഹൈന്ദവ വിശ്വാസത്തെ എതിർക്കുകയാണെങ്കിൽ അങ്ങനെയും, മുസ്ലിം വിശ്വാസത്തെ എതിർക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാൻ, അല്ലെങ്കിൽ മറ്റൊരു ദിവസം അതല്ല ശബരിമലയിലേക്ക് ഇരുമിടിക്കൊട്ടും കെട്ടി മല കയറുന്നതാണ് വോട്ടുണ്ടാക്കുന്നത് എന്ന് കണ്ടാൽ അങ്ങനെയും, അല്ലെങ്കിൽ മക്കയ്ക്ക് പോയി ഉംറ നടത്തി മടങ്ങി വരുന്നതാണ് വോട്ടുണ്ടാക്കാൻ സാധിക്കുക എന്ന് കണ്ടാൽ അങ്ങനെയും, റോമിൽ പോയി പോപ്പിന്റെ കൈമുത്തുന്നതാണ് നല്ലതെന്ന് കണ്ടാൽ അങ്ങനെയും ചെയ്യാൻ മടിയില്ലാത്തവരാണ് ഇവർ. അതേ സമയത്തു തന്നെ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ മത്തായി മാപ്പിളയുടെ അടക്കുമായി ബന്ധപ്പെട്ട് നികൃഷ്ട ജീവി എന്ന് താമരശ്ശേരി ബിഷപ്പിനെ വിളിക്കാനും ഇവർക്ക് യാതൊരു മടിയുമില്ല. അതുകൊണ്ടാണ് അപ്പ കാണുന്നതിനെ അപ്പാപ്പ എന്ന് വിളിക്കുന്ന സ്വഭാവമാണ് ഇവർക്കുള്ളത്. അതെല്ലാ കാലത്തും അവർ കൈകൊണ്ട് പോന്നിട്ടുമുണ്ട്. നോക്കൂ, NK പ്രേമചന്ദ്രൻ, അദ്ദേഹം CPMനെ സംബന്ധിച്ച് അവരുടെ കുലംകുത്തികളിൽ ഒരാളാണ്. അവരുടെ ഭാഷയിൽ തന്നെ പറഞ്ഞാൽ TP ചന്ദ്രശേഖരനെ സംബന്ധിച്ച് നോക്കുമ്പോൾ NK പ്രേമേന്ദ്രൻ CPMന്റെ ഭാഗമായിരുന്നില്ല എന്നതുകൊണ്ടും അദ്ദേഹത്തിന് RSP എന്ന് പറയുന്ന ഒരു പാർട്ടിയുടെ സംരക്ഷണ കവചം ഉള്ളത് കൊണ്ടും മാത്രമാണ് നേരിട്ട് ശാരീരികമായി ആക്രമിച്ച് കൊല്ലാൻ CPM ശ്രമിക്കാത്തത്. മറിച്ച് എല്ലാ രീതിയിലും CPM അത് ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ നാറിയല്ല പരനാറി എന്ന് വിളിക്കണം എന്ന് പിണറായി വിജയൻ തന്നെ നേരിട്ട് പറയുന്നത്. ഇത് അൺപാർലമെന്ററി അല്ല. കാരണം കേരളത്തിന്റെ മുഖ്യമന്ത്രി തന്നെ എല്ലാവരോടും പറഞ്ഞ വാക്കാണ്. അതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇത് വന്നു കഴിഞ്ഞപ്പോഴേക്കും പരനാറി തന്നെ എന്നുള്ള പരാമർശവുമായിട്ടാണ് സൈബർ സഖാക്കൾ എത്തിയിരിക്കുന്നത്. പിണറായി വിജയന് തെറ്റിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട്. ശ്രദ്ധിച്ചു കാണുന്നത് അല്ല, അവർക്ക് അത് കാണിക്കാം, പറയുന്നതിനാണ് പ്രശ്നം. അപ്പോ അതാണ് ഞാൻ പറഞ്ഞത്. NK പ്രേമേന്ദ്രനെ എങ്ങനെയൊക്കെ ഉപദ്രവിക്കാവോ അങ്ങനെയൊക്കെ ഇവർ ഉപദ്രവിച്ചിട്ടുണ്ട്. ഇവർ എങ്ങനെയൊക്കെ തോപ്പിക്കാൻ ശ്രമിച്ചോ അതിനേക്കാൾ വർദ്ധിത വീര്യത്തോടു കൂടിയാണ് അദ്ദേഹം ജയിക്കുന്നത്. നോക്കൂ, ശബരിമല പത്തനംതിട്ട നിയോജക മണ്ഡലത്തിലാണ്, പാർലമെന്റ് മണ്ഡലത്തിലാണ്. തൊട്ടപ്പുറത്തെ പാർലമെന്റ് മണ്ഡലത്തിലെ MP ആണ് ശ്രീ പ്രേമേന്ദ്രൻ. മാത്രമല്ല പത്തനംതിട്ട അടങ്ങുന്ന ജില്ലകളിൽ, ശബരിമല അടക്കം ഇരിക്കുന്ന ജില്ലകളിൽ NK പ്രേമേന്ദ്രനും അദ്ദേഹത്തിന്റെ പ്രസ്ഥാനത്തിനും വേരോട്ടമുള്ള പ്രസ്ഥാനമാണ്. സ്വാഭാവികമായും അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥരുമായി, അവിടുത്തെ നിയർ ബൈ MP എന്നുള്ള നിലയിലും അവിടുത്തെ RSPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് എന്ന നിലയിലും പ്രേമേന്ദ്രന് ബന്ധമുണ്ടാകും. ആ ബന്ധങ്ങൾ പോലീസ് സേനയ്ക്കുള്ളിൽ ഉണ്ടാവും. അപ്പൊ ആ പോലീസ് സേനയാണല്ലോ ഈ ബിന്ദു അമ്മിനെയും കനകദുർഗയും പാതി വരെ എങ്കിലും രഹന ഫാത്തിമയും മല കയറാൻ സഹായിച്ചത്, എസ്കോർട്ട് പോയത്, റോന്ത് ചുറ്റിയത് ഇതേ പോലീസാണല്ലോ. അപ്പൊ ആ പോലീസിന് അറിയാം കനക ദുർഗയും ബിന്ദു അമ്മിണി രഹന ഫാത്തിമയും എവിടെ നിന്നാണ് ഈ യാത്ര പുറപ്പെട്ടതെന്നും ഏത് വഴിയിലാണ് നടന്നു വന്നതെന്നും അവർ വന്ന വഴിയിൽ ചായ കുടിച്ചോ, ബീഫ് കഴിച്ചോ, നാരങ്ങ വെള്ളം കുടിച്ചോ, സോഡാലൈൻ കുടിച്ചോ എന്നത് കൃത്യമായി അറിയാവുന്നത്, അത് സാക്ഷ്യപ്പെടുത്താൻ സാധിക്കുന്നത് പോലീസിനാണ്. അത് CPMന് പറ്റില്ല, അല്ലെങ്കിൽ മഞ്ജുഷ് അടക്കമുള്ള മാധ്യമപ്രവർത്തകർക്ക് പറ്റില്ല, ഞാൻ ഉണ്ടാക്കുന്ന പ്രതിപക്ഷ നേതൃത്വത്തിനോ പ്രവർത്തകർക്കോ പറ്റില്ല. കാര്യം നമ്മളെല്ലാം ഇതൊരു സസ്പെൻസ് ആയാണ് കണ്ടത്. നിങ്ങളടക്കം ഇത് റിപ്പോർട്ട് ചെയ്യുന്നത് കനകദുർഗയും ബിന്ദു അമ്മിനിയും ഏതാണ്ട്
സന്നിധാനത്തോട്ട് അടുക്കുമ്പോഴാണ് ഇതൊരു ബിഗ് ബ്രേക്കിംഗ് ആയി മാറുന്നത്. അതുവരെ ഇതിന്റെ ചരിത്രം അറിയാവുന്നത്, ഈ രഹസ്യം അറിയാവുന്നത്, അത് മനസാക്ഷി രഹസ്യമായി സൂക്ഷിച്ചത് പോലീസാണ്. ആ പോലീസിനെ ഉപയോഗിച്ച പണി ചെയ്യിപ്പിച്ചത് മുഖ്യമന്ത്രിയുടെ ഓഫീസാണ്. മുഖ്യമന്ത്രി നേരിട്ടാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയുമാണ്, സംശയമൊന്നും വേണ്ട. അപ്പോ ആ കാര്യങ്ങളിൽ നേർസാക്ഷ്യം പറയാൻ പറ്റുന്ന ഒരാൾ അത് പോലീസാണ്. ആ പോലീസിനുള്ളിൽ നിന്ന് അങ്ങനെ ഒരാളാണ് പ്രേമേന്ദ്രൻ ആ വിവരം കൊടുത്തതെങ്കിൽ അത് സത്യമാവാനാണ് സാധ്യത. ഇനി പ്രേമേന്ദ്രനെതിരെ ഇപ്പോ അങ്ങ് സൂചിപ്പിച്ചതുപോലെ നാറിയല്ല പരനാറി തന്നെ എന്ന് സഹാക്കൾ പറയുന്നുണ്ടെങ്കിൽ അവരൊരു കാര്യം ചെയ്യേണ്ടത്, ഇതാ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ, സമൂഹത്തിൽ സ്പർദ്ധ വളർത്തുന്ന രീതിയിൽ ഒരു പരാമർശം ഒരു MP നേരിട്ട് നടത്തി എന്ന് പറഞ്ഞുകൊണ്ട് ഇവരുടെ പോലീസിന് പരാതി കൊടുക്കണം. ഇവരുടെ പോലീസിന് ഇവരുടെ പോലീസിനെ കൊണ്ട് പ്രേമേന്ദ്രനോട് തെളിവ് ആവശ്യപ്പെടണം. അങ്ങനെ തെളിവ് ആവശ്യപ്പെടുമ്പോൾ ബഹുമാനപ്പെട്ട MP-ക്ക് അത് തള്ളിക്കളയാൻ പറ്റില്ലല്ലോ. ആരാണ് തന്നോട് പറഞ്ഞതെന്ന് ഏറ്റവും കുറഞ്ഞ പക്ഷം പോലീസിനോടെങ്കിലും പറയേണ്ടതായി വരുമല്ലോ. അപ്പോൾ അത് തെളിയിക്കപ്പെടട്ടെ. അങ്ങനെ ഉണ്ടായിട്ടില്ലെങ്കിൽ, ഇനി അങ്ങനെ ഉണ്ടായിട്ടുണ്ട് എന്നാണ് തെളിയിക്കപ്പെടുന്നതെങ്കിൽ നോക്കൂ, ശബരിമലയിലെ വിശ്വാസങ്ങളെ ഇവർ തച്ചു തകർക്കാൻ എല്ലാ കാലത്തും പരിശ്രമിച്ചിട്ടുണ്ട്. എല്ലാ കാലത്തും. അതിൽ പിണറായി വിജയൻ മാത്രമല്ല, അതിൽ VS അച്യുതാനന്ദൻ തൊട്ട് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എല്ലാവർക്കും അതിലൊരു പ്രത്യേക ആനന്ദമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് UDF ഗവൺമെന്റുകൾ അവിടെ അത് വിശ്വാസത്തിന്റെ ഭാഗമാണെന്നും ഇറ്റ് ഈസ് നോട്ട് ദ മാറ്റർ ഓഫ് ഇക്വാലിറ്റി എന്ന് സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലങ്ങൾ കൊടുക്കും. ഉടനെ തന്നെ പിന്നീട് മാറി വരുന്ന LDF ഗവൺമെന്റുകൾ, കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ആരാണെങ്കിലും ഉടനെ അവർ പറയും, ഇറ്റ് ഈസ് നോട്ട് ദ മാറ്റർ ഓഫ് റിലീജിയസ് പ്രാക്ടീസ്, ഇറ്റ് ഈസ് ദ മാറ്റർ ഓഫ് ഇക്വാലിറ്റി ആൻഡ് ഇറ്റ് ഈസ് എഗൈൻസ്റ്റ് ദ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്സ് ആൻഡ് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് എഴുതി സത്യവാങ്മൂലം സുപ്രീം കോടതിയിൽ കൊടുക്കുന്നതിൽ പിണറായി വിജയനും ഒരേപോലെയാണ്, VS അച്യുതാനന്ദനും ഒരുപോലെയാണ്. അതുകൊണ്ട് അവർക്ക് അവിടുത്തെ വിശ്വാസങ്ങളെ എല്ലാ കാലത്തും തച്ചു തകർക്കുന്നതിൽ വലിയ ആനന്ദമുള്ളവരാണ്. പിണറായി വിജയൻ അതിൽ ഏറ്റവും കൂടുതൽ സന്തോഷം കണ്ടെത്തിയത് തന്നെ നവോത്ഥാന നായകനായി പ്രതിഷ്ഠിക്കും. ഇപ്പോൾ അഡ്വക്കേറ്റ് D. സുരേഷ് കുമാർ, CPM-ന്റെ പ്രതിനിധി, അദ്ദേഹം തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയാണ്. ശ്രീ D. സുരേഷ് കുമാർ, ഇവിടെ NK പ്രേമചന്ദ്രൻ അദ്ദേഹം പറഞ്ഞത് തിരുത്തിയിട്ടില്ല. അദ്ദേഹം ഇപ്പോഴും അതിൽ ഉറച്ചു നിൽക്കുകയാണ്. രഹന ഫാത്തിമയെയും ബിന്ദു അമിണിയെയും ഒക്കെ ശബരിമല കയറ്റിയത് ബീഫും പൊറോട്ടയും കഴിപ്പിച്ചിട്ടാണെന്ന്, അത് പോലീസിൽ നിന്ന് കിട്ടിയ വിവരമാണെന്നും അദ്ദേഹം സാക്ഷ്യപ്പെടുത്തുകയാണ്. അത് മാത്രമല്ല, മുമ്പ് ഈ വിഷയം ഉന്നയിച്ചതാണ്. 2019 തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് ഇതെന്തോ ഈ പ്രചാരണ സമയത്ത് ചട്ടം ലംഘിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അന്ന് ബാലഗോപാൽ തന്നെ ഹൈക്കോടതിയെ സമീപിച്ചതുമാണ്. പക്ഷേ ഹൈക്കോടതി അത് പരിഗണിച്ചില്ല. സുപ്രീം കോടതിയെ സമീപിക്കുവാനും അതിന് സമ്മതം കിട്ടിയില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇത് അന്ന് ഉന്നയിച്ച ഒരു പ്രശ്നം തന്നെയാണ് ഇപ്പോൾ പ്രേമചന്ദ്രൻ വീണ്ടും പറഞ്ഞിരിക്കുന്നത്. പിന്നെ എന്തിനാണ് പൊള്ളുന്നത്? അല്ല, ഇവിടെ കൃത്യമായി ശ്രീ NK പ്രേമചന്ദ്രൻ ബഹുമാനപ്പെട്ട ലോക്സഭാ അംഗമാണ്. അദ്ദേഹം ഇത്തരത്തിലൊരു കാര്യം ഐക്യജനാധിപത്യ മുന്നണിയുടെ വിശ്വാസ സംരക്ഷണ യാത്രയുമായി ബന്ധപ്പെട്ട് അവിടെ ചേർന്നൊരു പൊതുയോഗത്തിൽ പ്രസംഗിച്ചത് വെറുതെ ഒരു പ്രസംഗം നടത്തിയതല്ല. കൃത്യമായ പ്ലാനിങ്ങോടുകൂടി രാഷ്ട്രീയ ഹിഡൻ അജണ്ട നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു പ്രസംഗം അദ്ദേഹം നടത്തിയിട്ടുള്ളത്. ഇപ്പോൾ ബീഫും രഹനയും ശബരിമലയുമായി ചേർത്ത് വെച്ച് കണക്ട് ചെയ്ത് പറയുക എന്നതിന് പിന്നിൽ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ ഉദ്ദേശമുണ്ട്. യഥാർത്ഥത്തിൽ മതനിരപേക്ഷതയെ സ്നേഹിക്കുന്ന നമ്മൾ ആരും തന്നെ ഈ കാര്യം പ്രോംപ്റ്റ് ചെയ്യാൻ പോലും പാടില്ല. കാരണം എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ തലച്ചോറിനുള്ളിൽ അല്ലെങ്കിൽ അദ്ദേഹവും ഒരു കൂട്ടം നേതാക്കന്മാരും കേരളത്തിൽ ഇത്തരത്തിലൊരു പ്രസംഗത്തിലൂടെ ഒരു വാദഗതി മുന്നോട്ട് വെക്കുന്നതിന് പിന്നിൽ കൃത്യമായ രാഷ്ട്രീയ അജണ്ട ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഉണ്ട് എന്നുള്ളത് നമുക്കേവർക്കും വ്യക്തമായി മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ്. ഇത് ഐക്യജനാധിപത്യ മുന്നണിയുടെ, കോൺഗ്രസിന്റെ, അതിന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെ കൂടിയിരുന്നുള്ള വട്ടമേശ സമ്മേളനത്തിൽ ഉരുത്തിരിഞ്ഞ ആശയമാണ്. കാരണം കൃത്യമായ രാഷ്ട്രീയം അവർക്ക് പറയാൻ വേണ്ടി സാധിക്കുന്നില്ല. വികസന പ്രശ്നം അവർക്ക് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടോ മുന്നോട്ട് വയ്ക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെ വരുമ്പോൾ എന്താണ് എടുത്തടിക്കാൻ കിട്ടുന്ന ഏറ്റവും മികച്ച ആയുധം എന്നത് പരിധിയാണ്. ഈ രൂപത്തിലേക്ക് ഏറ്റവും ഹീനമായ, അത്യന്തം വേദനാജനകമായ ഒരു സമൂഹത്തെ ഭിന്നിപ്പിക്കുന്ന നിലയിൽ ഒരുപക്ഷെ കേരളത്തിൽ RSS അതിന്റെ പരീക്ഷണശാലകളിൽ, അവരുടെ സൈദ്ധാന്തിക മേഖലകളിൽ ഉരുത്തിരിഞ്ഞു കൊണ്ടുവരുന്ന ആശയത്തെ പ്രായോഗിക തലത്തിൽ എത്തിക്കുക എന്നുള്ളതാണ് NK പ്രേമചന്ദ്രൻ ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്ന ഉദ്യമം എന്നത് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇതൊരു വെറും കളിയല്ല, ഇത് തീക്കളിയാണ്. ഈ തീക്കളി NK പ്രേമചന്ദ്രൻ നടത്തുന്നത് അദ്ദേഹത്തിന് കിട്ടുന്ന രാഷ്ട്രീയ പദവികളിൽ, അദ്ദേഹത്തിന് കിട്ടുന്ന മറ്റ് ആലങ്കാരികമായ പദവികളെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. പക്ഷേ ഈ സമൂഹത്തിൽ ഉണ്ടാകാൻ പോകുന്ന വേർതിരിവ്, അതിന്റെ കുഴപ്പങ്ങൾ എന്താണെന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കാൻ അദ്ദേഹം വർഗീയത പരത്തുന്നു എന്ന് പറയുന്നു. അദ്ദേഹം
അങ്ങനെ ഒരു വർഗീയവാദിയായിട്ട് സമൂഹം കാണുന്ന ഒരാളല്ല. പലതവണ CPM-ഉം LDF-ഉം അദ്ദേഹത്തിനെതിരെ ഈ പരാമർശം നടത്തിയിട്ടുള്ളതാണ്. പക്ഷേ അദ്ദേഹം തിളക്കമാർന്ന വിജയം തുടർച്ചയായിട്ട് കൈവരിച്ചു വരുന്ന ഒരാൾ കൂടിയാണ് കൊല്ലത്ത്. അപ്പോൾ അങ്ങനെ ഒരാളെ നിങ്ങൾ ഈ രീതിയിൽ വീണ്ടും വർഗീയത വളർത്തുന്നയാൾ എന്ന് ചിത്രീകരിക്കുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിന് എന്തോ പദവികൾ കാത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? എന്തായാലും ഇത് കോൺഗ്രസ് ഈ UDF ഭരണത്തിൽ നിന്നോ അല്ലെങ്കിൽ കേന്ദ്രത്തിൽ UPA ഭരണത്തിൽ നിന്നോ കിട്ടുന്ന പദവി അല്ലല്ലോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന കൃത്യമായിട്ടും BJP-യുടെയും സംഘപരിവാറിൻ്റെയും അടിമയായി മാറുന്നു പ്രേമചന്ദ്രൻ എന്ന കാര്യം തന്നെയാണല്ലോ. അല്ല, തീർച്ചയായിട്ടും ഇതിനകത്ത് ഞാൻ താങ്കളെ ചോദിച്ച ആദ്യത്തെ ചോദ്യത്തിന് ഞാൻ മറുപടി പറയാം. ഒരു സിനിമയിൽ പറയുന്നത് പോലെ എത്രയൊക്കെ വിനയം മുഖത്ത് വാരി കോഹരി വെച്ചാലും ഉള്ളിന്റെ ഉള്ളിലുള്ള ഫ്രോഡുകൾ പുറത്തു വരും എന്ന് പറയുന്നത് പോലെ അദ്ദേഹം ഇനി എത്ര മതനിരപേക്ഷതയുടെ മുഖംമൂടി അണിഞ്ഞാലും അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള വർഗീയതയുടെ പൈശാചികത പുറത്തു വരുന്ന ഒരു പ്രസംഗ ശകലമാണ് ഇന്നലെ ഇപ്പോൾ ജനങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. നിങ്ങൾ നോക്കൂ, ബീഫ്, ആ ബീഫിൽ വർഗീയത കാണുന്നത് ആരാണ്? രഹ്ന ഫാത്തിമ എന്ന പേര് ഇതിനോട് ചേർത്ത് വായിക്കുമ്പോൾ അതിൽ വർഗീയത കാണുന്നവരാരാണ്? അദ്ദേഹം ഉദ്ദേശിക്കുന്നതും ആ വർഗീയത തന്നെയാണ്. ഈ രണ്ട് കാര്യങ്ങളും ശബരിമലയിൽ അദ്ദേഹം ചെയ്തിരിക്കുന്നത്. അല്ല, ആചാരലംഘനം നടന്നിരിക്കുന്നു ശബരിമലയിൽ, അതിന് സർക്കാർ അതിലേക്കാണ്. അദ്ദേഹം അല്ലാതെ രഹ്ന ഫാത്തിമയെയും ബീഫിനെയും ചേർത്ത് വെച്ച് പറയുകയല്ല ഉണ്ടായത്. ശ്രീ D. സുരേഷ് കുമാർ, അത് നിങ്ങൾ വക്രീകരിക്കുകയാണ്. അല്ല, ഇത് മഞ്ജുഷിന്റെ വാദഗതിയാണോ അതോ ഐക്യജനാധിപത്യ മുന്നണിയുടെ വാദഗതിയാണോ? എന്ത് തന്നെയായിരുന്നാലും ശരി, കേരളത്തിൽ കാര്യവും പറഞ്ഞിരുന്നു, ബിന്ദു അമ്മിണിയുടെ കാര്യവും രഹ്ന ഫാത്തിമയുടെ കാര്യവും പറഞ്ഞിരുന്നു, കനകദുർഗയുടെ കാര്യവും പറഞ്ഞിരുന്നു. അല്ല, ആദ്യം അദ്ദേഹം ബോധപൂർവം കനകദുർഗയെ ഒഴിവാക്കി ബിന്ദു അമ്മിണിയെയും രഹ്ന ഫാത്തിമയെയും കുറിച്ച് പറഞ്ഞു. ഇനി അദ്ദേഹത്തിന് അങ്ങനെയാണെങ്കിൽ അതെനിക്ക് ടങ് സ്ലിപ്പായി സംഭവിച്ചു പോയതാണ്, ഞാൻ മറ്റൊന്നും ചിന്തിച്ചിട്ടല്ല എന്ന് അദ്ദേഹം എന്തേ ഒരു എക്സ്പ്ലനേഷൻ നൽകിയില്ല? അതല്ലേ നൽകേണ്ടത്? ആദ്യത്തെ കാര്യം. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, നടക്കാൻ പാടില്ലാത്ത പൊറോട്ടയും അല്ല, അത് തെറ്റല്ലേ? എനിക്കും മഞ്ജുഷിനും ഇവിടെ ഇരിക്കുന്ന സഹപാനലിസ്റ്റുകൾക്കും കേരളത്തിലെ ഈ കേൾക്കുന്ന പ്രേക്ഷകർക്കും അറിഞ്ഞുകൂടെ, കാണുന്ന പ്രേക്ഷകർക്കും അറിഞ്ഞുകൂടെ ആ പറഞ്ഞത് തെറ്റാണ്? അങ്ങനെ കൂട്ടിച്ചേർത്ത് വായിക്കുന്നത് ഒരു വളരെ പാവപ്പെട്ട സങ്കുചിതമായ കൊച്ചു ചെറിയ മനസ്സുകളുടെ ഉടമയായിട്ടുള്ള വിശ്വാസികളുടെ മനസ്സിലേക്ക് തെറ്റായ ധാരണ പരത്താനിടയുണ്ട്. അതിന് എന്റെ കാരണമായെങ്കിൽ അത് അടിയന്തരമായി തിരുത്തുക എന്നുള്ളതല്ലേ ഒരു പാർലമെന്റ് അംഗം ഉത്തരവാദിത്തപ്പെട്ട ആരെ ഇടയ്ക്കേറി സംസാരിക്കുന്നത്? മഞ്ജുഷാണോ? വസന്താണ് ഇടപെട്ടത്. ഇയാൾ ഏത് ചർച്ചയിൽ പങ്കെടുത്താലും ഒരാളിന്റെ അവസരത്തിൽ കയറി വായിട്ടലയ്ക്കുന്ന ഒരു സമീപനമുണ്ട്. അയാളടുത്ത് വായി വെച്ചിട്ട് മര്യാദയ്ക്ക് ഇരിക്കാൻ പറയണം. ആദ്യം ചർച്ച ചെയ്യുമ്പോൾ വളരെ മര്യാദ ഈ ചർച്ചയിൽ പാലിക്കാൻ അദ്ദേഹത്തിന്റെ സാമാന്യ മര്യാദയായിട്ട് അത് പാലിക്കാൻ വേണ്ടി പറയണം. ഉത്തരം മുട്ടുമ്പോൾ കുഞ്ഞിനെ കുത്തുകയല്ല ചെയ്യേണ്ടത്. അയാളെ വായടച്ചിരിക്കാൻ പറയും. അല്ല, അത് അങ്ങ് പഠിപ്പിക്കണ്ടേ നാവടച്ചിരിക്കാനൊക്കെ? അല്ലാതെ ഭീഷണിയൊക്കെ അങ്ങയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ മതി. എന്റെ അടുത്ത് നിങ്ങൾ എന്തായി കാണിക്കുന്നത്? അല്ലെങ്കിൽ മഞ്ജുഷ അയാൾക്ക് അവസരം കൊടുക്കും, ഞാൻ മര്യാദയ്ക്ക് ഇരിക്കാം. ഇത് ആരുടെ അവസരമാണെന്ന് മഞ്ജുഷ വ്യക്തമാക്കും. സുരേഷ് പറയട്ടെ, സുരേഷ് പറഞ്ഞു കഴിഞ്ഞ് പറയാം. വസന്തേ, ഏത് സംസാര മധ്യയും കയറി അനാവശ്യമായി ഇടങ്കോലിട്ട് സംസാരിക്കുക, ഇത് എവിടുന്ന് കിട്ടിയ പ്രവണതയാണ്? സുരേഷ് പറയൂ. ഇത് ആരവസരമാണ്? മഞ്ജുഷ വ്യക്തമാക്കിയിട്ട് ഞാൻ സംസാരിക്കുന്നത്. അല്ല, സുരേഷ് പറയൂ, പറഞ്ഞു തീർക്കൂ. അല്ല, ഞാൻ പറഞ്ഞത് അദ്ദേഹം കേരളത്തിൽ MLA ആയിരുന്നു, മന്ത്രി. ഞാൻ മനസ്സിലാക്കുന്നു, ഞാനിപ്പോൾ തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിന്റെ ഓഫീസിലാണ് ഇരിക്കുന്നത്. എനിക്ക് സത്യത്തിൽ ലജ്ജ തോന്നുകയാണ്. ഈ ജില്ലാ പഞ്ചായത്തിൽ നാവായിക്കുളം ഡിവിഷനെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് അദ്ദേഹം ഒരു ജനപ്രതിനിധിയായി കടന്നു വരുന്നത്. അവിടെ നിന്നാണ് അദ്ദേഹം കൊല്ലത്ത് പാർലമെന്റ് MP ആയും പിന്നീട് MLA ആയും മന്ത്രിയായി പിന്നീട് വീണ്ടും MP ആയതും ഒക്കെ വ്യത്യസ്ത രാഷ്ട്രീയ കൊടിയുടെയൊക്കെ കീഴിലായിരിക്കും അദ്ദേഹം നിന്നത്. എങ്കിലും ജനകീയ അംഗീകാരം ഇത്രയേറെ ലഭിച്ച ഒരു നേതാവ്, ഒരുപക്ഷെ ഗൗരിയമ്മ കഴിഞ്ഞാൽ കേരളത്തിൽ ഇത്രയേറെ ജനകീയ അംഗീകാരം ലഭിച്ച ഒരു നേതാവ്, ഭരണഘടനയിൽ തൊട്ട് നിരവധി തവണ സത്യം ചെയ്ത് ജനങ്ങളെ ഞാൻ സർവാത്മന ഒന്നായി കണ്ടുകൊള്ളാം എന്ന പദം ഉരുവിട്ടുകൊണ്ട് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലെത്തിയ ഒരു മനുഷ്യന്റെ നാവിൽ നിന്ന് വീഴാൻ പാടുള്ള വാക്കുകളാണോ മഞ്ജുഷ് ഇതെന്നുള്ളതാണ് എന്റെ പ്രസക്തമായ ചോദ്യം. ഇങ്ങനെയാണോ അദ്ദേഹം മതനിരപേക്ഷ സമൂഹത്തെ ട്രീറ്റ് ചെയ്യേണ്ടത്? ഇതാണോ അദ്ദേഹം പാലിക്കപ്പെടേണ്ടുന്ന ധാർമ്മികമായിട്ടുള്ള മൂല്യവും മര്യാദയും? അദ്ദേഹത്തിന് വേണ്ടി ഈ രൂപത്തിൽ വെളിച്ചപ്പാടിനെ പോലെ തുള്ളുന്ന ആളുകൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്. ഇത്തരത്തിലുള്ള വാദഗതികൾ നമ്മുടെ സമൂഹത്തിലുണ്ടാക്കുന്ന ഭിന്നതയുടെ രൂക്ഷത എത്രമാത്രമാണെന്നുള്ളത് അവർക്കാർക്കെങ്കിലും അറിയാമോ? ഇതുണ്ടാക്കാൻ പോകുന്ന കോൺസിക്വൻസസ് എന്താണെന്ന് അറിയാമോ? ഇതൊന്നും അറിഞ്ഞുകൂടാതെ വന്നു നിന്ന്
വായിട്ടലയ്ക്കുന്നതല്ല പരിപാടി. അല്ല, അത് സർക്കാർ അങ്ങനെ ചെയ്തുകൂടായിരുന്നു. വിശ്വാസികളെയും വിശ്വാസത്തെയും വ്രണപ്പെടുത്തി അത് ചൂണ്ടിക്കാണിക്കുന്നതിന് വേണ്ടി NK പ്രേമചന്ദ്രൻ അങ്ങനെ പറയുമ്പോൾ അതിനെ ഈ വർഗീയതയുമായി ചേർത്ത് പറയുമ്പോൾ അത് മറ്റൊരു അജണ്ട കൂടി അതിനകത്തുണ്ട്. ശ്രീ D. സുരേഷ് കുമാർ, അതല്ലെങ്കിൽ അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. അദ്ദേഹം അതേ പറഞ്ഞുള്ളൂ. അപ്പോൾ ഞങ്ങൾ അങ്ങനെ വിശ്വാസികൾക്ക് വിശ്വാസികളെതിരെ അല്ല എന്നുള്ള മറുപടിയാണ് കൊടുക്കേണ്ടത്. അതല്ലാതെ വർഗീയതയെ കൂട്ടുപിടിച്ചു NK പ്രേമചന്ദ്രൻ അവിടെ ബീഫിന്റെ കാര്യം പറഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ അത് നിങ്ങൾ ആ രീതിയിൽ വക്രീകരിക്കുകയല്ലേ ചെയ്യുന്നത്? നിങ്ങൾ നോക്കൂ, പഞ്ച പരമ സാധുവായിട്ടുള്ള NK പ്രേമചന്ദ്രൻ അദ്ദേഹത്തിന്റെ സംഭാഷണത്തിൽ യാതൊരുവിധ ഗൂഢാലോചനയുമില്ലാതെ സർവ്വസാധാരണമായി പ്രയോഗിച്ച ഒരു വാഗ്ധോരണിയാണ് എന്ന് വിശേഷിപ്പിക്കാൻ കേരളത്തിലെ ജനങ്ങൾ മണ്ടന്മാരായിരിക്കണം. അദ്ദേഹം ബിന്ദു അമ്മിണിക്കും രഹ്ന ഫാത്തിമയ്ക്കും പാലാ ഗസ്റ്റ് ഹൌസിൽ കൊണ്ടുവന്ന് ബീഫും ബറോട്ടയും വാങ്ങിച്ചു കൊടുത്ത് ശബരിമലയിൽ പിണറായി വിജയൻ കൊണ്ട് കയറ്റി എന്ന് പറയുന്നതിന് പിന്നിലെ ഗൂഢാലോചന, കോൺസ്പിറസി, അതിൽ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് മനസ്സിലാക്കാൻ പാഴൂർ പടിപ്പര വരെ പോയി ജ്യോതിഷം കവടി നിരത്തേണ്ട കാര്യമൊന്നുമില്ല. നമുക്കിത് വളരെ കൃത്യമായി മനസ്സിലാവും. അദ്ദേഹത്തിന്റെ ഉദ്ദേശം എന്താണ്, അദ്ദേഹം എന്താണ് ലക്ഷ്യമിടുന്നത് എന്നതിനെ സംബന്ധിച്ച് ഞങ്ങൾക്കൊക്കെ മനസ്സിലാവും. അദ്ദേഹത്തെ പോലൊരാൾ, ഇത്രയേറെ ജനകീയ അംഗീകാരം ലഭ്യമായിട്ടുള്ള ഒരാൾ അത് പറയാൻ പാടില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. പൊതുവായി അദ്ദേഹത്തെ അങ്ങനെ അദ്ദേഹത്തിന് നാവിടെയായി സംഭവിച്ചു പോയിട്ടുണ്ട്. വിശ്വാസികളുടെ വികാരം അത് സർക്കാരിനെതിരെയും LDF-നെതിരെയും കൊണ്ടുവരിക എന്നുള്ള ഗൂഢലക്ഷ്യം. ശ്രീ വസന്ത്, അതിന് ഉത്തരം പറയാതിന് മുമ്പ് അദ്ദേഹം ഒരുപാട് തവണ ബിന്ദു അമ്മിണിയും കനകദുർഗയും എന്ന പേര് പറഞ്ഞില്ല. പകരം എന്താണ് രഹ്ന ഫാത്തിമ എന്ന് പറഞ്ഞു എന്ന് 1000 തവണ ആവർത്തിച്ചപ്പോഴാണ് ഞാൻ ഇടപെട്ടത്. അതിലൊരു പ്രശ്നമുണ്ട്. കാരണം ശ്രീ പ്രേമേന്ദ്രൻ മനസ്സാൽ പോലും ചിന്തിക്കാത്ത, ഒരുപക്ഷെ പറഞ്ഞു പോയപ്പോൾ നമ്മളൊക്കെ പ്രസംഗമധ്യയാണ്, 1 മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂർ നീണ്ടു നിൽക്കുന്ന പ്രസംഗത്തിൽ ഞാനും ശ്രീ സുരേഷ് കുമാറുമൊക്കെ, അദ്ദേഹം അവിടുത്തെ ജില്ലാ പഞ്ചായത്ത് മെമ്പറൊക്കെയാണ്, ശ്രീ സുരേഷ് കുമാറുമൊക്കെ തെരുവിൽ പ്രസംഗിക്കുന്നവരാണ്. ഞങ്ങൾ എല്ലാവരും ഏതാണ് ഈ പറയുന്ന വേദികളിൽ പ്രസംഗിക്കുന്നവരാണ്. അരമണിക്കൂർ നീണ്ടു നിൽക്കുന്ന പ്രസംഗത്തിൽ അച്ചടിച്ച മതി പറയാൻ ഒരു പ്രസംഗത്തിലും നമുക്ക് ആർക്കും സാധിക്കാറില്ല. ശ്രീ സുരേഷ് കുമാറിന് സാധിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ അതിൽ നിന്ന് അടർത്തിയെടുത്ത് ഇതാ രഹ്ന ഫാത്തിമ എന്ന് പറഞ്ഞേ എന്ന് പറയുമ്പോൾ ഏറ്റവും വലിയ വർഗീയത പറഞ്ഞ് അതിൽ വോട്ടുണ്ടാക്കാൻ ശ്രമിക്കുന്നത് നിങ്ങളാണ് എന്നതുകൊണ്ടാണ് ആ സമയം എനിക്ക് ഇടപെടേണ്ടി വന്നത്. അങ്ങനെ ഇടപെട്ട് തന്നെയാണ് എല്ലാ ചർച്ചകളിലും ഞാൻ പോകുന്നത്. അങ്ങനെ തന്നെ ഇനി പോവുകയുമുള്ളൂ. പ്രത്യേകിച്ച് വർഗീയത കൊണ്ട് ലാഭം ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ ഇടപെടുക തന്നെ ചെയ്യും. ഇതിലൊരു പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട് ശ്രീ സുരേഷ് കുമാർ, അതാണ് ഞാൻ ചോദിച്ചത്. ബിന്ദു അമ്മിണി, കനകദുർഗ, രഹ്ന ഫാത്തിമ, ഇവർ 3 പേരും ശബരിമലയിൽ നിങ്ങളുടെ പ്രൊട്ടക്ഷനെ കേറിയില്ല എന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ? 1. 2, ഇവർ 3 പേരും കാലങ്ങളായി ശബരിമലയിൽ കയറുന്നതിന് മുമ്പും ശേഷവും CPM-ന്റെ സഹയാത്രികരാണ് എന്നതിൽ നിങ്ങൾക്ക് സംശയമുണ്ടോ? 3, ഇവരെല്ലാം പാർട്ടി മെമ്പർഷിപ്പ് ഇല്ലെങ്കിലും പാർട്ടിയുടെയും ഡിവൈഎഫ്ഐയുടെയും വിവിധ പ്രോഗ്രാമുകളിലും സോഷ്യൽ മീഡിയയിലും സൈബർ ഇടങ്ങളിലും നിങ്ങൾക്ക് വേണ്ടി വാദിക്കുകയും എഴുതുകയും സംസാരിക്കുകയും ചെയ്യുന്നവരാണ് എന്നതിൽ സംശയം വേണ്ട. അതുകൊണ്ട് തന്നെ രഹ്ന ഫാത്തിമയെ ഒരു മുസ്ലിമായല്ല, ഒരു കമ്മ്യൂണിസ്റ്റായാണ് ഞങ്ങൾ കാണുന്നത്. മനസ്സിലായല്ലോ? ക്ലിയർ ആണല്ലോ? നിങ്ങൾ പറയാൻ അറച്ചിരുന്ന കാര്യം ഞാനങ്ങ് ക്ലിയർ ചെയ്തേക്കാം. അവരെ ഞങ്ങൾ ഒരു മുസ്ലിമായല്ല, അവരെ ഞങ്ങൾ ഒരു എത്തയിസ്റ്റ് ആയിട്ടാണ് കാണുന്നത്, അവരെ ഞങ്ങൾ ഒരു കമ്മ്യൂണിസ്റ്റ് ആയിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് അവരുടെ പേരിൽ ഒരു മുസ്ലിം ഇസ്ലാമിക് ഇതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ആരും എടുത്ത് ഉപയോഗിക്കില്ല, നിങ്ങൾ ഉപയോഗിച്ചേക്കാം. ഇനി കനകദുർഗയ്ക്കും രഹ്ന ഫാത്തിമയ്ക്കും ഈ പറയുന്ന ബിന്ദു അമ്മിണിക്കും പകരം മെർലിൻ മൺട്രോ എന്നും ഐശ്വര്യ റായ് എന്നും കാവ്യ മാധവൻ എന്നും പറഞ്ഞാൽ മതിയാകുമോ? പോരല്ലോ. അതിന് മെർലിൻ മൺട്രോ ശബരിമല കയറി എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ശബരിമലയിൽ കയറിയ മെർലിൻ മൺട്രോ അല്ല, കനകദുർഗയാണ്. അല്ലെങ്കിൽ കാവ്യ മാധവനെ നിങ്ങൾ ശബരിമലയിൽ കയറ്റിയില്ലേ എന്ന് ചോദിച്ചിട്ട് കാര്യമുണ്ടോ? കാവ്യ മാധവനല്ല കയറിയത് രഹ്ന ഫാത്തിമയാണ്. അപ്പൊ അത് പറയുന്നതിൽ എന്താ കുഴപ്പം? അപ്പൊ നിങ്ങൾ ഒരാളുടെ പ്രസംഗമധ്യേ ഉണ്ടായ ഒരു വാക്കിനെ, ഒരു ചെറിയൊരു ഒരു സ്പേസിനെ, ഒരു ഗ്യാപ്പിനെ കാണുകയാണ്. അല്ലല്ല, അങ്ങനെ ഒരു തെറ്റ് സംഭവിച്ചു അദ്ദേഹത്തിന്റെ വാക്കുകളിൽ. എന്താണ് അദ്ദേഹം ബീഫും രഹ്ന ഫാത്തിമയും പറയരുതായിരുന്നു എന്നാണോ ഇപ്പോൾ നിങ്ങൾ പറയുന്നത്? കോൺഗ്രസ്സുകാർ തന്നെ എനിക്ക് അങ്ങനെ ഒരു അഭിപ്രായം അല്ല, പിന്നെ എന്താണ് അദ്ദേഹത്തിന് പറ്റിയെന്ന് താങ്കൾ പറയുന്നത്? ഇതാണ് കോൺഗ്രസ്സുകാർ സംശയിക്കുന്നത്, കോൺഗ്രസ്സുകാർ ശങ്കിക്കുന്നത്. ഇതുകൊണ്ടാണ് NK പ്രേമചന്ദ്രന് പരിപൂർണ്ണ പിന്തുണ നൽകുവാൻ കോൺഗ്രസ് ഇപ്പോഴും തയ്യാറാകാത്തതും അദ്ദേഹത്തിന് എന്തോ അബദ്ധം പറ്റിയെന്നുള്ള ഒരു ബോധ്യത്തിലാണ്. അല്ലെ നിങ്ങൾക്ക് അബദ്ധം പറ്റും അതെങ്ങാനും ഏറ്റെടുത്താൽ എന്നുള്ള ഒരു മിഥ്യാധാരണയിലാണ്. അല്ല, ഒരിക്കലുമല്ല. ഞാൻ പറഞ്ഞത് 3 പേരുകളും പറഞ്ഞില്ല എന്നുള്ളതാണ് ഇവരുടെ ആദ്യത്തെ പ്രശ്നം. അതായത് രഹ്ന ഫാത്തിമ, കനകദുർഗ, ബിന്ദു അമ്മിണി എന്ന പേരുകൾക്ക് പകരം 2 പേരുകളിലേക്ക് ഒതുക്കി ആ 2 പേരിൽ ഒരാളുടെ പേര് ഇങ്ങനെയാണല്ലോ നിങ്ങൾ പറയുന്നത് രഹ്ന ഫാത്തിമ എന്ന് പറഞ്ഞു പോയി എന്നല്ലേ? അങ്ങനെയല്ലേ ഉദ്ദേശിക്കുന്നത്?
അല്ലല്ല, അത് പറഞ്ഞതിൽ എന്താ കുഴപ്പം? അല്ല, കുഴപ്പമില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ വസന്ത് പറയുന്നത് അങ്ങനെ എന്തോ ഒരു നാവുപിഴ പറ്റിയെന്നാണ്. എന്താണ് നാവുപിഴ? ഇല്ല, മൂന്നാമത്തെ പേര് ആ ഇതിൽ പറഞ്ഞില്ല എന്ന് ഇവരുടെ വാദം. അങ്ങനെ പറഞ്ഞാൽ പോലും 3 പേരുകൾ ഒരുമിച്ച് പറയണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇനി പറയാതെ പോയെങ്കിൽ അവിടെ ഒരു സ്പേസ് ഉണ്ടായല്ലോ, ആ സ്പേസ് ഉപയോഗിക്കുകയാണ് ഇവർ. നോക്ക്, ഞാൻ ചോദിക്കട്ടെ, രഹന ഫാത്തിമയ്ക്ക് പകരം മെർലിൻ മൺട്രോ എന്ന് പറഞ്ഞ കാര്യം ഫില്ലാവോ? ഇല്ലല്ലോ, അവരല്ലേ കയറിയത്. രണ്ടാമത് രഹന ഫാത്തിമയുടെ ഫേസ്ബുക്ക് എടുത്തു നോക്കണം. ഏതായാലും ഈ സുരേഷ് കുമാറിന്റെ ഒക്കെ സഹയാത്രികയല്ലേ, അവർ തന്നെ പറയുന്നുണ്ട് അവരൊരു എത്തീസ്റ്റ് ആണെന്ന്, അവർ ഒരു നിരീശ്വരവാദിയാണെന്നും അവർക്ക് മതമില്ലെന്നും അവർ മതം കാലങ്ങൾക്ക് മുമ്പേ ഉപേക്ഷിച്ചവരാണ് എന്ന് അവർ കൃത്യമായി പറയുന്നുണ്ട്. അവരെ ഇനി ഏതെങ്കിലും മതത്തിന്റെ മൂട്ടിൽ കൊണ്ടുപോയി കെട്ടാൻ CPM-കാർ തുണിയണ്ട. അത് വളരെ മോശമാണ്. നിങ്ങൾ അവരോട് ചെയ്യുന്ന ക്രൂരതയാണ്. നിങ്ങൾക്ക് വേണ്ടി ഒന്നുമല്ലെങ്കിലും ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട, നിങ്ങളുടെ തന്നെ ഭാഷയിൽ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട നവോത്ഥാന ദൗത്യം ഏറ്റെടുത്ത് നിങ്ങൾക്ക് വേണ്ടി പണിയെടുക്കാൻ വന്നവരല്ലേ. പൊറോട്ടയും ബീഫും കണ്ടു വന്നവരാണെങ്കിലും, ഈ വൈകിട്ട് കിട്ടുന്ന കൂലിപ്പൈസയ്ക്ക് വേണ്ടി വന്നവരാണെങ്കിലും, ഇനി അല്ല നവോത്ഥാന ചരിത്രത്തിന്റെ ഭാഗമായി നാളെ പാഠപുസ്തകങ്ങളിൽ പേരടിച്ചു വരും എന്ന് പ്രതീക്ഷിച്ചു വന്നവരാണെങ്കിലും, എന്താണെങ്കിലും നിങ്ങൾക്ക് വേണ്ടി പണിയെടുത്തവരല്ലേ, നിങ്ങളുടെ തൊഴിലാളികളല്ലേ. ആ തൊഴിലാളികളെ തള്ളി പറയരുത്. അവരെ ഏതെങ്കിലും മതത്തിന്റെ പേരാണ് അവരുടെ പേര് എന്ന് പറഞ്ഞ് അവരെ തള്ളി പറയുന്നത് ശരി. ശ്യാംരാജ് കൂടി ഇതിന് മറുപടി പറയൂ. ഡി സുരേഷ് കുമാർ പറഞ്ഞത് അവിടെ വർഗീയത വരുത്തുവാനുള്ള ശ്രമമാണ് NK പ്രേമചന്ദ്രൻ നടത്തിയത് എന്നാണ്. മാത്രമല്ല, രഹന ഫാത്തിമയുടെ പേരും ബീഫും തമ്മിൽ കൂട്ടിക്കുഴച്ച് പറഞ്ഞു. ഇതൊക്കെ മനഃപൂർവ്വം ഒരു അജണ്ട സെറ്റ് ചെയ്യുകയായിരുന്നു UDF എന്നാണ് പന്തളത്ത്. മഞ്ജുഷേ, ഞാൻ സമ്മതിക്കുന്നു. ഈ ഒരു കാര്യത്തിൽ രഹന ഫാത്തിമ ബീഫ് കഴിച്ചിട്ടാണോ വന്നുള്ളൊരു കാര്യത്തിൽ ചർച്ച ചെയ്യാം. അതിനെക്കുറിച്ചിട്ട് സംശയം അവിടെ നിലനിൽക്കട്ടെ. പക്ഷേ രഹന ഫാത്തിമയെ ശബരിമല ക്ഷേത്രത്തിൽ കയറ്റിയത് ശരിയാണ് എന്ന് ഇവിടെ CPM-ന്റെ പ്രതിനിധിയായിട്ട് വന്നിരിക്കുന്ന ഡി സുരേഷ് കുമാർ അംഗീകരിക്കുന്നുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ഒന്നാമത്തെ ചോദ്യം. ആ സ്ത്രീ ഒരു ശബരിമലയിലെ അയ്യപ്പൻ്റെ യഥാർത്ഥ ഭക്തയാണോ എന്നുള്ളതാണോ ഇവരുടെ അഭിപ്രായം എന്നുള്ളതാണ് എൻ്റെ രണ്ടാമത്തെ ചോദ്യം. അവർ ശബരിമലയിലേക്ക് കയറാൻ വേണ്ടി ഒരു അറ്റംപ്റ്റ് നടത്തിയതിന് ശേഷം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത ഒരു ഫോട്ടോയാണ് രഹന ഫാത്തിമ. നിങ്ങൾ ക്യാമറമാൻ ഒന്ന് പ്രശാന്ത് ഒന്ന് സൂം ചെയ്യണം. നിങ്ങൾ ഇത് പ്രേക്ഷകർ കാണണം. നമ്മൾ ഒരുപാട് തവണ ചർച്ച ചെയ്തിട്ടുള്ളത് തന്നെയാണ്. അത് ആ സമയത്ത് ശബരിമലയിലെ ആ വിഷയം നമ്മൾ തുടക്കത്തിൽ ഉണ്ടായ സമയത്ത് ധാരാളമായിട്ട് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച ഫോട്ടോയുമാണ്. ഈ ചിത്രം ഇങ്ങനെ ഈ ഒരു ചിത്രം നിങ്ങളൊന്ന് സൂം ചെയ്ത് നോക്കൂ. ഇപ്പോൾ ഇങ്ങനെ, അതായത് അർദ്ധനഗ്നയായിട്ട് തൻ്റെ ശരീരത്തിലെ പല ഭാഗങ്ങളും കാണിച്ചുകൊണ്ട്, ഈ ഫോട്ടോ നിങ്ങൾ നോക്കണം, ശരീരത്തിൻ്റെ പല ഭാഗങ്ങളും കാണിച്ചുകൊണ്ട് കറുപ്പെടുത്ത് ഭസ്മം നെറ്റിയിൽ തേച്ച് ശബരിമലയ്ക്ക് പോകുന്ന രീതിയിലുള്ള മാലകൾ അണിഞ്ഞ് കയ്യിൽ രുദ്രാക്ഷം അണിഞ്ഞിരിക്കുന്ന ഈ സ്ത്രീ ശബരിമല അയ്യപ്പൻ്റെ ഭക്തയാണോ എന്ന് ഇവിടെ നിൽക്കുന്ന CPM-ന്റെ പ്രതിനിധി ഒന്ന് പറയണം. ഇങ്ങനെയുള്ള ആളുകളെ ശബരിമലയിൽ കയറ്റാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഹിന്ദു വിശ്വാസങ്ങളെ അപമാനിക്കുന്ന, ഹിന്ദു വിശ്വാസികളുടെ ഭക്തിയെ നിരന്തരം അവഹേളിക്കുന്ന, അവരുടെ വികാരങ്ങളെ മാനിക്കാത്ത, അവരുടെ വികാരങ്ങളെ ഭക്തിയെ തച്ചുടയ്ക്കുന്ന രീതിയിലുള്ള ഇത്തരത്തിലുള്ള ആളുകളെ നിങ്ങൾ എന്തിനാണ് ശബരിമലയിൽ കയറ്റിയത് എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. അവരെന്ത് കഴിച്ചു എന്നുള്ളത് ഇനിയും ചർച്ച ചെയ്യാന്നേ. പക്ഷെ അതിനു മുമ്പ് തന്നെ ഇത്തരത്തിൽ ശബരിമല അയ്യപ്പനെ അവഹേളിച്ചിട്ടുള്ള ഒരു സ്ത്രീയെ നിങ്ങൾ CPM-കാർ, മുഖ്യമന്ത്രി പിണറായി വിജയൻ, അന്നത്തെ ദേവസ്വത്തിന്റെ മന്ത്രി അടക്കമുള്ള ആളുകൾ, ദേവസ്വത്തിന്റെ പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ, നാട് മുഴുവൻ, മലയാളികൾ മുഴുവൻ നോക്കി നിൽക്കെ പോലീസിന്റെ പ്രൊട്ടക്ഷനിൽ പോലീസിന്റെ ജാക്കറ്റ് വരെ ഇടിപ്പിച്ചിട്ട് കൊണ്ടുപോയത് ശരിയാണോ എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. അതല്ല എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ മറുപടിയും. അവിടെയാണ് മഞ്ജുഷ യഥാർത്ഥ പ്രശ്നം നിൽക്കുന്നത്. അതായത് എവിടെയോ കിടന്ന ആരെയൊക്കെയോ ശബരിമലയിൽ കയറ്റുവാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ യഥാർത്ഥ പ്രശ്നം എന്ന് പറയുന്നത് ശബരിമലയിലെ അയ്യപ്പ ഭക്തരുടെ വികാരത്തെ, അതല്ലെങ്കിൽ അവരുടെ ഇമോഷനെ മാനിക്കാത്ത രീതിയിൽ, അതിനെ ഹർട്ട് ചെയ്യുന്ന രീതിയിൽ, അവരുടെ വികാരങ്ങളെ വേദനിപ്പിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുകയാണ് കമ്മ്യൂണിസ്റ്റുകാരൻ ചെയ്തിട്ടുള്ളത്. ഇതിപ്പോൾ മാത്രമൊന്നും അല്ലതേ. അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. ഇവരുടെ ഓരോ ആളുകളുടെയും നടപടി കൂടി നമ്മൾ ഈ സമയത്ത് ചർച്ച ചെയ്യണ്ടേ, ഓരോ ആളുകളുടെയും നിലപാട് കൂടി നമ്മൾ ഈ സമയത്ത് ചർച്ച ചെയ്യണ്ടേ. ഒരു വശത്ത് കേരളത്തിൽ ഈ ദേവസ്വം പോലെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഹിന്ദു ക്ഷേത്രങ്ങൾ മുഴുവൻ കൊള്ളയടിക്കുന്നു. ഇന്നിപ്പോൾ വന്ന വാർത്ത എന്താണ്? കോട്ടയത്തെ തിരുനക്കര ക്ഷേത്രത്തിലെ അവിടുത്തെ ഭക്ഷണം കൊടുക്കുന്നതും അതോടൊപ്പം തന്നെ ആന എഴുന്നള്ളിപ്പുമായിട്ട് വരെ ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ അഴിമതി നടന്നിട്ടുണ്ട്. ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ അഴിമതി നടന്നിട്ടുണ്ട്. തൃപ്പൂണിത്തുറ പൂർണ്ണത്രയീശ ക്ഷേത്രത്തിൽ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വലിയ ഒരു നെറ്റിപ്പട്ടം, ആ നെറ്റിപ്പട്ടം ഉരുക്കിക്കൊണ്ടുപോയെന്നേ ശബരിമലയിൽ. ഇപ്പം നമ്മൾ വിഷയം ചർച്ച ചെയ്തുകൊണ്ട് കഴിഞ്ഞ 1-2 മാസങ്ങളായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കേരളത്തിലെ ഒരു വശത്ത് കേരളത്തിലെ ഹിന്ദു ക്ഷേത്രങ്ങൾ മുഴുവൻ കൊള്ളയടിക്കുകയും
മറുവശത്ത് ഇത്തരത്തിലുള്ള ഹിന്ദു വിഭാഗങ്ങളെ അവരുടെ വികാരങ്ങളെ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നത്. ഞാൻ തിരിച്ചൊരൊറ്റ ചോദ്യം ചോദിച്ചോളട്ടെ, ഏതെങ്കിലും മറ്റൊരു സമൂഹത്തിൻ്റെ ഒരു മത വിഭാഗത്തിൻ്റെ അവരുടെ ആരാധനാലയത്തിൽ ഒരു ഇതര അല്ലെങ്കിൽ മറ്റേതെങ്കിലും അവരുടേതല്ലാത്ത ഒരു വ്യക്തിയെ ഇങ്ങനെ കയറ്റാൻ വേണ്ടിയിട്ട് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ധൈര്യപ്പെടുമോ? അവിടെയാണ് ചോദ്യം. ഞാൻ ചോദിക്കട്ടെ, ഏതെങ്കിലും ഒരു മുസ്ലിം പള്ളിയിൽ അതല്ലാത്ത വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള മതത്തിൽപ്പെട്ടിട്ടുള്ള ഒരു സ്ത്രീയെ കയറ്റാൻ വേണ്ടി സുരേഷ് കുമാറിൻ്റെ പാർട്ടി ധൈര്യപ്പെടുമോ? ഇല്ല എന്ന്. അവർക്ക് പ്രശ്നമെന്ന് പറയുന്നത് ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ഹിന്ദു വിഭാഗങ്ങളുടെ വികാരങ്ങളെ വേദനിപ്പിക്കണം. അത് തന്നെയാണ് ഇപ്പൊ തന്നെ വിഷയങ്ങൾ നടക്കുന്നുണ്ടല്ലോ. എന്താ ഈ തട്ടവുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ CPM-ന്റെ നിലപാടെന്താ? പക്ഷെ ഇവിടെ ശബരിമലയുടെ വിഷയം വരുമ്പോൾ അന്ന് സുപ്രീം കോടതി വിധി അനുകൂലമായതുകൊണ്ട് സർക്കാരിന് സാധിക്കുമായിരുന്നു. ശ്യാമരാജ, അന്ന് സുപ്രീം കോടതി വിധി അനുകൂലമായതുകൊണ്ട് അങ്ങനെ സാധിക്കുമായിരുന്നു. അതുകൊണ്ടാണ് സർക്കാർ അങ്ങനെ ചെയ്തത്. എന്തായാലും സർക്കാർ വിശ്വാസികളുടെ വിശ്വാസത്തിന് മേൽ കടന്നു കയറി എന്നൊക്കെ നിങ്ങൾക്ക് പറയാം. പിന്നീട് സർക്കാർ അത് തിരുത്തുകയും ചെയ്തു. അത് ശരിയാണ്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് ശേഷം അതിന് പിന്നീട് തുനിഞ്ഞില്ല എന്നുള്ള കാര്യം ശരി തന്നെയാണ്. പക്ഷെ ഇവിടെ ഈ വർഗീയത വളർത്തുവാൻ ശ്രമിച്ചു NK പ്രേമചന്ദ്രന്റെ കാര്യത്തിൽ. അല്ല, നിങ്ങൾ ഈ NK പ്രേമചന്ദ്രനെ ഓൺ ചെയ്യുമ്പോൾ അവിടെ പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ സുരേഷ് കുമാർ പറഞ്ഞ കാര്യമുണ്ട്. നമുക്ക് ചർച്ച പ്രേമചന്ദ്രനാണല്ലോ. സുരേഷ് കുമാർ പറഞ്ഞ കാര്യമുണ്ട്, ചില അധികാര സ്ഥാനങ്ങൾ അദ്ദേഹത്തിന് കിട്ടാനുണ്ട്, അതിലേക്കാണ് അദ്ദേഹം ഇത്തരത്തിലുള്ള ആയുധങ്ങൾ പുറത്തേക്ക് എടുക്കുന്നത് എന്ന്. അത് ഇപ്പോഴും അത് തന്നെയാണ്. സംഘപരിവാറിനും BJP-ക്കും വേണ്ടി അദ്ദേഹം ബാറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അല്ല, അവിടെയാണ് ഞാൻ പറഞ്ഞത്, NK പ്രേമചന്ദ്രൻ ഞങ്ങൾ ഓൺ ചെയ്യുന്നൊന്നുമില്ല. ആ കാര്യത്തിനകത്ത് ഞങ്ങൾക്കറിയില്ല. അവിടുത്തെ അതാണ് ഞാൻ പറഞ്ഞത്, അന്വേഷണം നടക്കട്ടെ. അവിടെ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന സംശയം എന്ന് പറയുന്നത്, ദീർഘകാലം ജനപ്രതിനിധിയായിട്ടുള്ള കേരളത്തിലെ ഒരു സീനിയർ പൊളിറ്റീഷ്യനായിട്ട് ആയിട്ടുള്ള ഒരു വ്യക്തി പറഞ്ഞ കാര്യത്തിൽ സത്യമുണ്ടോ എന്ന് അന്വേഷിക്കട്ടെ. ഇവരുടെ അല്ലേ പോലീസ്. ഞാൻ പറഞ്ഞത് ഞങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളാണെന്ന്. ഞങ്ങൾ ഓൺ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇത്രയും നേരമായിട്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവരിത്ര നല്ല വെള്ള ചമയുന്നത് എന്താ? ശരി, ഒരു വാദത്തിന് ശ്രീ പ്രേമേന്ദ്രൻ പറഞ്ഞ് തെറ്റാണെന്ന് അങ്ങോട്ട് വെച്ചോ. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ മൊത്തം തെറ്റാണെന്ന് ഇവർക്ക് പറയാൻ വേണ്ടി പറ്റുമോ? ഞാൻ കാണിച്ച ചിത്രം തെറ്റാണെന്ന് ഇവരെ കൊണ്ട് പറയാൻ വേണ്ടി പറ്റുമോ? രഹന ഫാത്തിമ എന്ന് പറയുന്ന സ്ത്രീയെ കയറ്റിയത് ശബരിമലയിൽ കയറ്റാൻ വേണ്ടിയിട്ട് പോലീസ് പ്രൊട്ടക്ഷനിൽ കയറ്റാൻ വേണ്ടി നോക്കിയത് ശരിയാണ് എന്ന് ഇവരെ കൊണ്ട് പറയാൻ വേണ്ടി പറ്റുമോ? അപ്പോൾ ഇതൊക്കെ ചെയ്തിട്ട് ഈ ഒരു കാര്യം മാത്രം ശരിയാണോ തെറ്റാണോ എന്ന്, പ്രേമേന്ദ്രൻ പറഞ്ഞ കാര്യം മാത്രം ശരിയാണോ തെറ്റാണോ എന്നതിൽ ചർച്ച മാത്രം ചെയ്യുന്നതിൽ യാതൊരു യുക്തിയുമില്ല എൻ്റെ മഞ്ജുഷേ. ഇവർ കമ്മ്യൂണിസ്റ്റുകാർ ഹിന്ദു സമൂഹത്തോടൊപ്പം ഹിന്ദു വിശ്വാസങ്ങളോടൊപ്പം അടിയുറച്ച് നിൽക്കുന്നവരും ഈ ഒരു വിഷയത്തിൽ മാത്രമാണ്, ശ്രീ പ്രേമേന്ദ്രൻ പറഞ്ഞ കാര്യത്തിൽ മാത്രമാണ് ഒരു ചർച്ച നടക്കുന്നതെങ്കിലും അതിന് എതിരഭിപ്രായം ഉള്ളതെങ്കിലും നമുക്ക് അങ്ങനെ പറയാം. പക്ഷെ അങ്ങനെയല്ലല്ലോ. തുടക്കം മുതൽ ഒടുക്കം വരെ, അതാണ് ഞാൻ പറഞ്ഞത്, ആദ്യാവസാനം വരെ അവരുടെ ഇമോഷൻ, അവരുടെ ഹിന്ദു വിഭാഗങ്ങളുടെ വികാരത്തെ വ്രണപ്പെടുത്തുന്ന ആയിക്കോട്ടെ, മറുവശത്ത് ക്ഷേത്രങ്ങൾ കൊള്ളയടിക്കുന്നതായിക്കോട്ടെ. ശബരിമല മാത്രമല്ലല്ലോ ഇപ്പോൾ അത് നമ്മൾ ചർച്ച ചെയ്യേണ്ട മഞ്ജുഷേ. ശബരിമല വിഷയം പൊങ്ങി വന്നപ്പോൾ തന്നെ എത്രയോ ക്ഷേത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കളവുകളാണ് ഇപ്പോൾ ഇടക്കാല ഉത്തരവ് അതിലേക്കാണ്, വീണ്ടും ആ ചർച്ചയിലേക്ക് വരേണ്ടി വരും എന്നതിലേക്കാണ്. ശ്രീ സുരേഷ് കുമാർ, ശ്യാംരാജിന്റെ ഈ ആരോപണങ്ങൾക്കുള്ള മറുപടി, അതുപോലെ തന്നെ ഓൺ ചെയ്യുന്നില്ല BJP എന്തായാലും NK പ്രേമചന്ദ്രനെ. പക്ഷെ മറ്റൊരു കാര്യമുണ്ട്, ഞാൻ ഇന്ന് ബിന്ദു അമ്മിണി ന്യൂസ് 18 സംസാരിച്ചപ്പോൾ പറഞ്ഞ കാര്യം കൂടി ഒന്ന് കേൾപ്പിക്കുക, അതിനുശേഷം താങ്കളിലേക്ക് വരാം. ബിന്ദു അമ്മിണി എന്ന് പറഞ്ഞത്, തുടക്കത്തിൽ ഇതൊരു മണ്ടത്തരമാണ്, അയാൾ പറയുന്ന ഒരു മണ്ടനാണ് എന്ന തരത്തിലാണ് ഞാൻ അതിനെ കണ്ടത്. പക്ഷേ അതിൽ പിന്നീടാണ് എനിക്കത് കൂടുതലായിട്ട് ബോധ്യപ്പെടുന്നത്. വളരെ ബോധപൂർവമായി സമൂഹത്തിൽ ഒരു കലാപം അഴിച്ചുവിടുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് അദ്ദേഹം ഇത്തരം ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നത്. അത് അദ്ദേഹം ഇരിക്കുന്ന ഒരു സ്ഥാനത്തിന് യോജിച്ചതല്ല. ഭരണഘടനയോട് പുലർത്തേണ്ടുന്ന കുറച്ച് ഉത്തരവാദിത്തങ്ങളുണ്ട്. ഇതിവിടുത്തെ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. അപ്പൊ അത് വളരെ ഗൗരവതരമായിട്ട് ഇതിനെ കാണുകയും അയാൾ തെറ്റുതിരുത്തുകയും ചെയ്യുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ശ്രീ സുരേഷ് കുമാർ, ആര് പറയുന്നു വിശ്വസിക്കണം? ബിന്ദു അമ്മിണി പറയുന്നു വിശ്വസിക്കണോ, അതോ മികച്ച പാർലമെന്റേറിയനായ രാജ്യത്തെ തന്നെ NK പ്രേമചന്ദ്രൻ പറയുന്നത് വിശ്വസിക്കണമോ? സ്വാഭാവികമായിട്ടും NK പ്രേമചന്ദ്രനെ വിശ്വസിക്കാൻ തരമുള്ളൂ. അല്ല, ഇക്കാര്യങ്ങളെല്ലാം അക്കമിട്ട് ഞാൻ മറുപടി പറയാം. ഇപ്പോൾ NK പ്രേമചന്ദ്രൻ പറയുന്നത് വിശ്വസിക്കണമോ, ബിന്ദു അമ്മിണി പറയുന്നത് വിശ്വസിക്കണമോ എന്ന് കേട്ടാൽ, NK പ്രേമചന്ദ്രൻ പറഞ്ഞ പൊറോട്ടയും ബീഫും കഴിച്ചു എന്ന് പറയുന്നത് ബിന്ദു അമ്മിണിയാണ്. ബിന്ദു അമ്മിണി പറയുന്നത് വിശ്വാസത്തിലെടുക്കാനേ നമുക്കിപ്പോൾ തൽക്കാലം നിർവാഹമുള്ളൂ. ഈ കള്ളപ്രചാരവേല സംഘടിപ്പിക്കുന്നതിന് പിന്നിലെ ഗൂഢോദ്ദേശം എന്ത് എന്നതിനെ സംബന്ധിച്ച് കൃത്യമായി ഇവിടെ ജനങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു. BJPയുടെ പ്രതിനിധി ഇവിടെ ചില കാര്യങ്ങൾ സൂചിപ്പിച്ചു. അദ്ദേഹം പറഞ്ഞത്
കേരളത്തിലെ സർക്കാരിനെയും പോലീസിനെയും പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ടാണ് അദ്ദേഹം ചില വാദഗതികൾ പറഞ്ഞത്. അദ്ദേഹം യങ് ഇന്ത്യ ലോയേഴ്സ് അസോസിയേഷൻ ശബരിമലയിൽ സ്ത്രീ പ്രവേശനം സാധ്യമാക്കണമെന്ന് പറഞ്ഞ് ഹർജി ഫയൽ ചെയ്ത ആ സംഘടനയെ അദ്ദേഹം ബോധപൂർവ്വം മറക്കുന്നു. സംഘപരിവാരവുമായി ആ സംഘടനയ്ക്കുള്ള ബന്ധം വെളിച്ചത്ത് വരാതിരിക്കാൻ അദ്ദേഹം ശ്രദ്ധിക്കുന്നുണ്ട്. ഈ പെറ്റീഷൻ ഫയൽ ചെയ്ത പ്രേരണകുമാരിയുടെ പേര് അദ്ദേഹം ബോധപൂർവ്വം മറന്നത് എന്താണ്? അതുപോലെ തന്നെ ഈ വിധി പ്രസ്താവിച്ച, ഞാൻ ചുരുക്കി പറയുകയാണ്, സ്പീഡിൽ പറയാം, വിധി പ്രസ്താവിച്ച ഈ ബഹുമാനപ്പെട്ട ന്യായാധിപന്മാർ, അവരുടെ പേര് അദ്ദേഹം പറയാതിരിക്കാൻ വളരെ ബോധപൂർവ്വം ശ്രമിക്കുന്നുണ്ടല്ലോ. ഇത്തരത്തിൽ ആചാര ലംഘനം നടത്തിയത്, അതിന് തുടക്കം കുറിച്ചത് ഈ ആളുകളല്ലേ? അവരെല്ലാവരും സംഘപരിവാരത്തിന് പ്രിയപ്പെട്ടവരാവുകയും വിധി വന്നതിന് ശേഷം ഒരു സർക്കാരിന്റെ ഭരണഘടനാ പ്രകാരം പ്രവർത്തിക്കുന്ന, ഫെഡറൽ സിസ്റ്റത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സർക്കാരിന്റെ ഉത്തരവാദിത്വം നിറവേറ്റാൻ ഒരു ഘട്ടത്തിൽ ശ്രമിച്ചു എന്ന കുറ്റാരോപണം ചുമത്തി സർക്കാരിനും ആ സർക്കാരിന് നേതൃത്വം നൽകുന്ന ആളുകൾക്കുമെതിരായിട്ട് അതിശക്തമായിട്ടുള്ള കള്ളപ്രചാരവേല RSS, BJP, സംഘപരിവാര ശക്തികൾ തുടർച്ചയായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, 2 ആഴ്ചയ്ക്ക് മുമ്പ് ഇന്ത്യയിലെ ദേശീയ മാധ്യമങ്ങൾ ഒന്ന് റിപ്പോർട്ട് ചെയ്ത് മാത്രം കടന്നുപോയ ഒരു പ്രധാനപ്പെട്ട വിഷയമുണ്ട്. അത് സുപ്രീം കോടതിയുടെ പരമോന്നത നീതിപീഠത്തിന്റെ കാവൽക്കാരനായിട്ടുള്ള, ഈ രാജ്യത്തെ 2ാമത്തെ ദളിതനായിട്ടുള്ള സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഭൂഷൺ ആർ ഗവായ്, അദ്ദേഹത്തിനെതിരെ ചെരുപ്പേർ നടന്നു. എന്തിനാണെന്നറിയാമോ? സംഘപരിവാരത്തിൽ വിശ്വസിക്കുന്ന രമേഷ് കിഷോർ എന്ന് പറയുന്ന 71 വയസ്സുള്ള അഭിഭാഷകൻ, അദ്ദേഹത്തിനെതിരെ ചെരുപ്പെറിഞ്ഞത് അദ്ദേഹം സനാതനധർമ്മത്തെ അധിക്ഷേപിച്ചു എന്ന കുറ്റാരോപണം ചുമത്തിയാണ്. വിഷ്ണു ക്ഷേത്രത്തിലെ വിഷ്ണു പ്രതിമ നൂറ്റാണ്ടുകൾക്ക് മുൻപ്, ഖജുരാവോ വിഷ്ണു ക്ഷേത്രത്തിലെ വിഷ്ണു പ്രതിമ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അതിന്റെ തല ഛേദിക്കപ്പെട്ടു. അത് കോടതി ഇടപെട്ട് പുനഃസ്ഥാപിക്കണമെന്ന പെറ്റീഷൻ ഫയൽ ചെയ്യുന്ന സന്ദർഭത്തിലാണ് അദ്ദേഹം ചില കാര്യങ്ങൾ, ഇത് കോടതിയുടെ ഉത്തരവാദിത്വമല്ല എന്ന് പറഞ്ഞ ഒറ്റ കാരണത്താലാണ് അദ്ദേഹത്തിനെതിരെ ഈ ആക്രമണം സംഘടിപ്പിച്ചത്. ഞാൻ ചോദിക്കട്ടെ, ഏറ്റവും പരമോന്നത വിശ്വാസികളുടെ ഉത്തമമായിട്ടുള്ള പ്രതീകമായിട്ടുള്ള ശബരിമലയ്ക്കെതിരെ ഈ വിധി പ്രസ്താവിച്ച ജുഡീഷ്യൽ ഉദ്യോഗസ്ഥരെ നിങ്ങൾ എങ്ങനെയാണ് വരവേറ്റത്? നിങ്ങളൊന്ന് പറയണം. സംഘപരിവാരം എങ്ങനെയാണ് വരവേറ്റത് എന്നൊന്ന് പറയാനും ആ മറുപടി കേൾക്കാനും ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ഇത് കേരളത്തിലെ ജനങ്ങളുടെ പ്രതിനിധിയായിട്ടാണ് ഞാൻ ഈ ചോദ്യം ചോദിക്കുന്നത്. കേവലമായ രാഷ്ട്രീയ സങ്കുചിത അഭിപ്രായ വ്യത്യാസം മാറ്റിവെക്കൂ. ഞാൻ ജനങ്ങളുടെ പ്രതിനിധി എന്നുള്ള നിലയിൽ നിങ്ങളോട് ചോദിക്കുകയാണ്. നിങ്ങൾക്ക് തരാതരം പോലെ എടുത്ത് കളിക്കാനുള്ളതല്ല കേരളത്തിന്റെ വിശ്വാസ്യത. ഇവിടെ കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞു, വളരെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തെറ്റായിപ്പോയി എന്നുള്ള നിലയിലൊക്കെ അർത്ഥം വരുന്ന നിലയിൽ അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം പറയുന്നത് കേൾക്കുന്നത് വെള്ളം തൊടാതെ വിഴുങ്ങാൻ ഞങ്ങൾ തീരെ പാവങ്ങളല്ല. ഞങ്ങൾക്കറിയാം ബഹുമാനപ്പെട്ട പാർലമെന്റ് അംഗം മുൻ മന്ത്രി ശ്രീ NK പ്രവേന്ദ്രൻ എന്താണ് ഈ നാട്ടിൽ നടത്താൻ ഉദ്ദേശിക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് വ്യക്തമായ ധാരണ ഞങ്ങൾക്കുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹം വിനയവും മതനിരപേക്ഷതയും മുഖത്ത് വാരിക്കോരി തേച്ചിരിക്കുകയാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള രാക്ഷസീയമായ വർഗീയത അദ്ദേഹം അറിയാതെ പുറത്തു വന്നതിന്റെ പ്രതീകമാണ് ഈ പ്രസംഗ ചോദിച്ച ഒരു കാര്യമുണ്ട്. അപ്പോൾ ബീഫും പൊറോട്ടയും കഴിച്ചില്ല എന്നേ ഉള്ളോ, ബീഫും പൊറോട്ടയും കഴിപ്പിച്ചില്ല എന്നേ ഉള്ളോ, അവിടെ മല കയറ്റിയത് നിങ്ങളാണ് എന്ന കാര്യമെങ്കിലും സമ്മതിക്കാമോ എന്ന്? ബീഫും പൊറോട്ടയും മാറ്റി നിർത്താം. അല്ല, കോൺഗ്രസിന്റെ പ്രതിനിധിയും BJPയുടെ പ്രതിനിധിയും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് രഹന ഫാത്തിമ അവിടെ വന്നു, അല്ലെങ്കിൽ ബിന്ദു അമ്മിണിയും കനകദുർഗയും വന്നൊരു സാഹചര്യമുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഇത്തരത്തിലൊരു കോടതി വിധി അന്ന് നിലനിന്നിരുന്ന സമയത്ത് ആ കോടതി വിധി നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ നടത്തി. പിന്നീട് അങ്ങേയറ്റത്തെ സുപ്രീം കോടതി തന്നെ ഈ കാര്യത്തിൽ ഒരു വിശാലമായിട്ടുള്ള കാഴ്ചപ്പാടോടുകൂടി പ്രവർത്തിക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഹിന്ദു മത വിശ്വാസത്തിൽപ്പെട്ട ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള ആളുകളുമായി ആശയവിനിമയം നടത്താൻ വേണ്ടി മാറ്റിവെച്ചു. അതിനുശേഷം കേരളം സമാധാനത്തിന്റെ പാതയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയല്ലേ. അതിനുശേഷം എത്രയോ കാര്യങ്ങൾ നടന്നു. ഇവർ പറയുന്ന 2019 ലോക്സഭാ ഇലക്ഷന് ശേഷമാണെങ്കിൽ 2021 പാർലമെന്റ് ഇലക്ഷനും 20 പഞ്ചായത്ത് ഇലക്ഷനും 21 നിയമസഭാ തെരഞ്ഞെടുപ്പും നടന്നു. അവിടെയൊക്കെ ഇവർ ഉന്നയിച്ച വാദഗതിയുടെ മുന എവിടെയാണ് തട്ടി തകർന്നു പോയതെന്ന് ബഹുമാനപ്പെട്ട BJPയുടെ പ്രതിനിധിയും കോൺഗ്രസിന്റെ പ്രതിനിധിയും ഒന്ന് ചിന്തിക്കാത്തതെന്ത്? നിങ്ങൾ പാർലമെന്റ് ഇലക്ഷനിൽ ഞങ്ങൾക്ക് തിരിച്ചടിയുണ്ടായി, ഞങ്ങൾ സമ്മതിക്കുന്നു. ആ തിരിച്ചടിയിൽ നിന്നും ഞങ്ങൾ ചില തിരുത്തലുകൾക്ക് വിധേയമായി എന്ന് നിങ്ങൾ എല്ലാവരും അവകാശപ്പെടുന്നത് പോലെ ഞങ്ങൾ ആ രീതിയിൽ മുന്നോട്ട് പോയി. ഇപ്പോ അവിടെ ഒരു പ്രശ്നം വേണ്ട. അതിനകത്ത് കൃത്യമായി വിശ്വാസികളുടെ കൂടെ അഭിപ്രായം മാനിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ തീരുമാനിക്കുമ്പോൾ പഴയത് ഞങ്ങൾ വലിച്ചു പുറത്തിടും. അതിനകത്ത് നേട്ടമുണ്ടായ അതേ കാര്യം തന്നെ എന്തുദ്ദേശത്തിലാണ്? 2019 നിങ്ങൾക്ക് നേട്ടമുണ്ടാക്കിയതാണ്. അവിടെ അന്നും ഈ പൊറോട്ടയും ബീഫും വന്നതാണ്. ഇപ്പോൾ വീണ്ടും 2025, 26 ലക്ഷ്യമിട്ട് അതേ കാര്യം കൊണ്ടുവരുന്നു. അല്ല മഞ്ജുഷ്, നോക്കൂ, 2019
ഇവർ എടുത്തു പോന്ന നിലപാട്, അതായത് 18 അവസാനവും 19 ഇവർ എടുത്ത നിലപാട് പിന്നീട് ഇവർ തിരുത്തി എന്ന് ഇദ്ദേഹം പറയുമ്പോൾ അത് ഔദ്യോഗികമായി CPM പറയുന്നുണ്ടോ ഞങ്ങൾ എടുത്ത നിലപാട് തെറ്റാണെന്നും? അതായത് സുപ്രീം കോടതിയിൽ നിന്ന് ഒരു വിധി വരുന്നതിന്റെ ആദ്യ മണിക്കൂറിൽ, ആ മണിക്കൂറിൽ തന്നെ എടുത്തു ചാടി നവോത്ഥാന കേരളത്തിന്റെ നായകനാവാനുള്ള ശ്രമം നടത്തിയത് പിഴച്ചുപോയെന്നും ആ പിഴച്ചുപോയതിന്റെ ഭാഗമായി തങ്ങളുടെ കാൽച്ചുവട്ടിൽ ഉണ്ടായിരുന്ന വോട്ട് ബാങ്ക് മടങ്ങിപ്പോയത് കൊണ്ട് തൽക്കാലം ഞങ്ങളെ വിശ്വസിച്ച് നവോത്ഥാന നായകരാവാൻ ഇറങ്ങിപ്പുറപ്പെട്ട കേരളത്തിലെ വനിതാ മതിൽ കെട്ടിയല്ലോ, നിങ്ങളുടെ പലരുടെ നേതാക്കന്മാരുടെ ഓഡിയോ ഒക്കെ പുറത്തു വന്നതാണ്. ഇനി മറ്റേ തൊഴിലുറപ്പിന് ജോലിക്ക് വരണ്ട, കുടുംബശ്രീയിലെ ലോൺ ക്യാൻസലാക്കും എന്നൊക്കെ പറഞ്ഞ് നിങ്ങളൊരു വനിതാ മതിൽ കെട്ടിയല്ലോ. ഇനി അതല്ലാതെ നിങ്ങളെ വിശ്വസിച്ച്, പാർട്ടിയെ വിശ്വസിച്ച് വെളിയിൽ വന്ന നിങ്ങളുടെ വനിതാ സംഘത്തിന്റെ നേതാക്കൾ അടക്കമുള്ളവരോട് അയ്യോ നമ്മൾ പണ്ട് ചെയ്ത് തെറ്റായി പോയേ എന്ന് പറയാനുള്ള ആർജവം നിങ്ങൾക്കുണ്ടോ? അന്ന് നമ്മൾ ശബരിമലയിൽ സ്ത്രീ പ്രവേശനം നടപ്പിലാക്കുന്നത് ഇറ്റ്സ് എ മാറ്റർ ഓഫ് റൈറ്റ് ടു ഇക്വാലിറ്റി, ഇത് തുല്യതയുടെ പ്രശ്നമാണ് എന്ന് നിങ്ങൾ പ്രസംഗിച്ചത്, പ്രത്യേകിച്ച് സഹാവ് പിണറായി വിജയൻ അടക്കമുള്ളവർ പ്രസംഗിച്ചത് കേരളത്തിന്റെ നവോത്ഥാന ചരിത്രമാണിത് എന്ന് തെരഞ്ഞെടുപ്പ് വേദികളിൽ സഹാവ് പിണറായി വിജയൻ പ്രസംഗിച്ചത് തെറ്റായിപ്പോയി, ഞങ്ങൾ ഇതാ U-turn അടിക്കുകയാണ് എന്ന് പറയാനുള്ള ആർജവം നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പക്ഷം ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന തിരുവനന്തപുരം ജില്ലയിലെ CPM-ന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിൽ അറിയാവുന്ന കാര്യമാണല്ലോ. അല്ല ഒരാളാണ്. വസന്ത്, അത് U-turn അടിച്ചു എന്ന കാര്യത്തിൽ സംശയമില്ലല്ലോ. അതിപ്പോൾ പറയിപ്പിക്കേണ്ട ആവശ്യമില്ല. അല്ല പറയണമല്ലോ U-turn അടിച്ചു. അപ്പൊ രഹന ഫാത്തിമയും ബിന്ദു ഓമണിയെയും കനകദുർഗയും പാവങ്ങളെ ബലിയാടുകളാക്കുകയായിരുന്നു. അവരെ കൊലയ്ക്ക് കൊടുക്കാൻ വേണ്ടിയുള്ള ശ്രമമാണോ സർക്കാർ നടത്തിയത്? ഇനി അങ്ങനെ ഇവർ ഇത്രയും കാലവും ഇപ്പോഴും അവർ പറയുന്നത് നിയമപരമായ പ്രശ്നം ഉണ്ടായിരുന്നു എന്നാണെങ്കിൽ ഇവർക്ക് U-turn അടിക്കാൻ പറ്റില്ലല്ലോ. കാരണം ഇപ്പോഴും ആ വിധി സ്റ്റിൽ ലൈവാണ് ആ വിധി. പക്ഷെ ആ വിധിയിന്മേൽ കോടതി മറ്റൊരു വാദം കേൾക്കുകയാണ്. പക്ഷെ അത് ഇവരെടുത്തു ചാടിയ സമയത്തും അത് അങ്ങനെ തന്നെയായിരുന്നു ആ വിധിയുടെ നേച്ചർ. അപ്പൊ ഇവർ ആ U-turn അടിച്ചത് പ്രഖ്യാപിക്കണ്ടേ, ഞങ്ങൾ U-turn അടിച്ചു എന്ന്? ബിന്ദു അമണിയോടും കനകദുർഗയോടും രഹന ഫാത്തിമയോടും തൽക്കാലം ബീഫും പൊറോട്ടയും ഇനി ഈ കേന്ദ്രത്തിൽ നിന്ന്, ഈ നിലയത്തിൽ നിന്ന് ഇനി കൊടുക്കില്ല, തൽക്കാലത്തേക്ക് ഈ നിലയത്തിൽ നിന്നുള്ള ബീഫിന്റെയും പൊറോട്ടയുടെയും പ്രക്ഷേപണം നിർത്തിവെച്ചിരിക്കുകയാണ് എന്ന് അറിയിക്കണ്ടേ? അല്ലെങ്കിൽ അവർ വന്ന് നാളെ ചോദിച്ചാൽ എന്ത് പറയും, എന്ത് ഉത്തരം പറയും എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യമല്ലേ. അതുകൊണ്ടാണ് ശ്രീ മഞ്ജുഷ് തുടക്കത്തിൽ ഞാൻ പറഞ്ഞത്, മതങ്ങളെ ഈ കമ്മ്യൂണിസ്റ്റുകൾക്ക് ഒരു പ്രത്യേകത ഉണ്ട്. അവർക്ക് ഒരു മതത്തോടും പ്രത്യേകിച്ച് സ്നേഹവും ഇല്ല, പ്രത്യേകിച്ച് എതിർപ്പും ഇല്ല. ഇവർ എത്തയിസ്റ്റുകളാണ് എന്നാണ് ഇവർ പറയുന്നത്. അതുകൊണ്ട് എന്താ ഇവരുടെ ഗുണം? ഇവർ മതങ്ങളെ കാണുന്നത് മനുഷ്യനെ മയക്കുന്ന കറുപ്പായല്ല, മറിച്ച് അധികാരത്തിലേക്ക് വരാനുള്ള പാലമായാണ്. ആ പാലം ചിലപ്പോൾ മറിച്ചിടും, ചിലപ്പോൾ തിരിച്ചിടും, ചിലപ്പോൾ നേരെ വെക്കും, കുത്തനെ വെക്കും. അത് അവരുടെ സൗകര്യപൂർവ്വമാണ്. അത് എല്ലാ മതങ്ങളിലെ വിശ്വാസികളും തിരിച്ചറിയണം. ഇപ്പൊ ശ്യാംരാജ് പറഞ്ഞതുപോലെ ഹിന്ദു വിശ്വാസത്തെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി മറ്റൊരു വിശ്വാസത്തെ അങ്ങനൊന്നുമല്ല. അവർക്ക് അങ്ങനെ ഒരു പ്രത്യേകതയൊന്നുമില്ല. ശ്രീ ശ്യാംരാജ് അങ്ങ് BJP-ക്കാരായതുകൊണ്ട് അങ്ങനെ പറയണ്ട. കമ്മ്യൂണിസ്റ്റുകൾക്ക് പ്രത്യേകിച്ച് CPM അങ്ങനെ ഒരു കാര്യമൊന്നുമില്ല. അവർക്ക് ഒരു മതത്തോടും പ്രത്യേകിച്ച് മമതയുമില്ല, പ്രത്യേകിച്ച് എതിർപ്പുമില്ല. ഇപ്പോ ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ക്രിസ്ത്യൻ സമുദായത്തെ കൂടെ നിർത്തിയാലാണ് ജയിക്കാൻ പറ്റുക എന്ന് അവർക്കൊരു സ്റ്റഡി ഉണ്ടെങ്കിൽ, അവർക്കൊരു റിസർച്ച് ഡേറ്റ ഉണ്ടെങ്കിൽ അവർ നാളെ ക്രിസ്ത്യാനികളുടെ ആളാവും. ഇനി അല്ല, അവരെ എതിർക്കുന്നതാണ് ശരി എന്ന് കണ്ടാൽ അവർ നാളെ നിലയ്ക്കലേക്ക്, അവിടുത്തെ നിലയ്ക്കൽ പള്ളിയിലെ ഏതെങ്കിലും ആചാരത്തെ എതിർത്തുകൊണ്ടുള്ള നിലപാട് ഇവർ സ്വീകരിക്കും. അപ്പൊ നാളെ ഹിന്ദു വിശ്വാസത്തെ കൂടെ നിർത്തുന്നതാണ് ശരിയെന്ന് തോന്നിയാൽ ഇപ്പൊ നടത്തിയ പോലെ അയ്യപ്പ സംഗമം നടത്തും. അവർ വേണമെങ്കിൽ പിണറായി വിജയൻ തന്നെ നേരിട്ട് ഇരുമുടിക്കെട്ടും കെട്ടി നോമ്പുമെടുത്ത് മല ചവിട്ടും. അപ്പൊ അവരുടെ ആത്യന്തികമായ ലക്ഷ്യം എങ്ങനെയും അധികാരം പിടിക്കുക എന്നതും ആ അധികാരത്തിന്റെ സുഖലോലുപത അനുഭവിക്കുക എന്നുള്ളതുമാണ്. അപ്പോ ജനം ഇത് തിരിച്ചറിയും. ആദ്യഘട്ടത്തിൽ ജനത്തിന് തിരിച്ചറിയാൻ പറ്റിയില്ല. ഇപ്പോ സുരേഷ് കുമാറൊക്കെ അതുകൊണ്ടാണ് ഇത്രമാത്രം പുളകം കൊണ്ട് ചോദിക്കുന്നത്. നോക്കൂ, ഞങ്ങൾ അതിനുശേഷം വന്ന തെരഞ്ഞെടുപ്പുകളിൽ ജയിച്ചില്ലേ? ശ്രീ സുരേഷ് കുമാർ, അതിനുശേഷം ഉണ്ടായത് 2 തെരഞ്ഞെടുപ്പുകളാണ്. ഒന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പ് 2019 നിങ്ങൾ തോറ്റുപോയി. പിന്നീട് നിങ്ങൾ പറയുന്നത് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. സ്വാഭാവികമായും നിങ്ങൾ ജയിച്ചു. അതിന് ശബരിമലയിൽ നിങ്ങൾ നടത്തിയ U-turn മാത്രമല്ല കാരണം. അന്ന് കോവിഡിന്റെ ഒരു പ്രത്യേക സാഹചര്യമുണ്ട്. ആ സാഹചര്യത്തിൽ നിങ്ങൾ നടത്തിയ PR എക്സർസൈസ് ഞാൻ വളരെ ആധികാരികമായി എല്ലാ പൊളിറ്റിക്കൽ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് പറയുകയാണ്. ഒരു സർക്കാർ ചെയ്യേണ്ട ദൗത്യങ്ങൾ ഒന്നും ചെയ്യാതെ അതിൻ്റെ ഇടയ്ക്ക് നടത്താവുന്ന എല്ലാ കൊള്ളയും നടത്തിയിട്ട് നിങ്ങൾ അത് മുഴുവൻ മറച്ചു വെച്ചുകൊണ്ട് നടത്തിയ ഒരു PR എക്സർസൈസ് ഉണ്ട്. അതിൽ വീണുപോയ ഒരു സാധാരണക്കാരായ ജനമുണ്ട്. അങ്ങനെയാണ് നിങ്ങൾ 2021 ജയിക്കുന്നത്. പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പുകൾ ഏതാ? ഉപതെരഞ്ഞെടുപ്പുകൾ. ഏതെങ്കിലും ഒരിടത്ത് നിങ്ങൾക്ക് നിലം തൊടാൻ പറ്റിയിട്ടുണ്ടോ? കാര്യം കൂടി, ഈ 2019 ഇത്ര വലിയ പ്രക്ഷോഭം ശബരിമലയിൽ ഉണ്ടായപ്പോൾ അതിൽ നേട്ടമുണ്ടാക്കിയത് കോൺഗ്രസും UDF-ഉമാണ്. അതുകൊണ്ട് അവർ സ്വാഭാവികമായിട്ടും അത് വീണ്ടും കൊണ്ടുവരുവാൻ ശ്രമിക്കും. അവിടെ നിങ്ങളും വീണു പോവുകയാണ്. അതിനൊപ്പം ചേർന്ന്
അവരോടൊപ്പം ചേർന്ന് സംസാരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ സുവർണാവസരം മുതലെടുക്കാൻ പോകുന്നത് അവരാണ്, കോൺഗ്രസും UDF-ഉമാണ്. അതുകൊണ്ടാണ് വിശ്വാസ സംരക്ഷണ ജാഥയും ഒക്കെ നടത്തി അവർ ഓരോ ദിവസവും പുതിയ പുതിയ കാര്യങ്ങളിലേക്ക് ശബരിമലയെ ലൈവായിട്ട് നിർത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി NK പ്രേമചന്ദ്രൻ്റെ പരാമർശവും. നോക്കൂ മഞ്ജുഷ്, ഈ ശബരിമല വിഷയത്തെ ഞങ്ങൾ അങ്ങനെ കാണുന്നത് ഏതെങ്കിലും രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു രീതിയിൽ മാത്രമല്ല. ഞങ്ങൾ ഭക്തരോടൊപ്പം അന്നും ഇന്നും എന്നും ആത്മാർത്ഥമായിട്ട് അവരോടൊപ്പം നിൽക്കുകയായിരുന്നു. ഈ സംസാരം മൊത്തം സംസാരിക്കുന്ന കോൺഗ്രസ്സുകാർ ആ ശബരിമലയിലെ വിഷയങ്ങൾ മൊത്തം നടക്കുമ്പോൾ എവിടെയായിരുന്നു? ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പത്തനംതിട്ടയ്ക്ക് അപ്പുറത്തേക്ക് അവർ കാലുകുത്തിയിട്ടില്ല. കേരളത്തിലെ ഏതെങ്കിലും ഒരു കോൺഗ്രസ് പ്രവർത്തകൻ്റെ ഷർട്ടിൽ ചെറിയൊരു ചുളിവ് പോലും വീണിട്ടില്ല. അവരുടെ ഏതെങ്കിലും ഒരു പ്രവർത്തകൻ്റെ വെള്ള ഷർട്ടിൽ ചെറിയൊരു പൊടി പോലും വീഴുകയോ ചെറിയൊരു വേർപ്പ് തുള്ളി വീഴുകയോ ഉണ്ടായിട്ടില്ല. ഇവരുടെ ഈ പ്രവർത്തനവും ഈ സംസാരം മൊത്തം പത്തനംതിട്ട കിടന്നിട്ട് മാത്രമായിരുന്നു. അന്ന് അടി കൊണ്ടത്, അന്ന് 4000-ലധികം വരുന്ന കേസുകൾ ഉണ്ടായത്, 2000-ഓളം വരുന്ന അറസ്റ്റുകൾ ഉണ്ടായത് ഒക്കെ ഞങ്ങളുടെ പ്രവർത്തകർക്കെതിരെയാണെന്നേ. ഇപ്പോഴും അതിൻ്റെ പേരിൽ കേസും കൂട്ടങ്ങളുമായിട്ട് നടക്കുന്നത് ഞങ്ങളാണ്, BJP-യുടെ പ്രവർത്തകരാണ്. നേട്ടമുണ്ടാക്കിയത് കോൺഗ്രസും UDF-ഉമാണ്. ഇത് രാഷ്ട്രീയപരമായിട്ട് അവിടെ നിൽക്കട്ടെ. അല്ല, രാഷ്ട്രീയപരമായിട്ട് അതിലോട്ട് ഞാൻ വരാം. അതിലോട്ട് ഞാൻ വരാം. നോക്കൂ, ഇവിടെ ഈ ഒക്കച്ചങ്ങായിമാരായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കുറ്റം പറഞ്ഞിട്ട് നമ്മുടെ കോൺഗ്രസ് പ്രതിനിധിക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞതിനകത്ത് അദ്ദേഹം എന്തൊക്കെയോ പല പല എതിർപ്പുകളും കൂടെ പറയുന്നുണ്ട്. ഞാൻ ഒറ്റ ചോദ്യം കോൺഗ്രസിൻ്റെ പ്രതിനിധിയോട് ചോദിക്കുകയാണ്. ഈ നാട്ടിൽ ഇതര വിഭാഗങ്ങൾക്കെതിരെ CPM-ന്റെ ഏതെങ്കിലും ഒരു നേതാവ് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് പറയാൻ വേണ്ടി പറ്റുമോ? ശബരിമല ക്ഷേത്രം പോലെ, തൃപ്പൂണിത്തുറ ക്ഷേത്രം പോലെ, തിരുനക്കര ക്ഷേത്രം പോലെ, വൈക്കം ക്ഷേത്രം പോലെ, ഇതുപോലെ ഏതെങ്കിലും ഒരു ഇതര മതവിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആരാധനാലയം ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ കൊള്ളയടിച്ചതായിട്ട് നിങ്ങൾക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റുമോ? ഇല്ല, അങ്ങനെ സാധിക്കില്ല. അവർക്ക് അങ്ങനെ ചെയ്യണമെന്ന് ആഗ്രഹമില്ല. അവർ എപ്പോഴും ടാർഗറ്റ് ചെയ്യുന്നത് ഹിന്ദു വിഭാഗങ്ങൾക്കെതിരെ മാത്രമാണെന്നുള്ള യാഥാർത്ഥ്യമാണെന്ന്. അത് CPM-നെ പറയുമ്പോൾ നിങ്ങൾക്ക് പൊള്ളുന്നുണ്ടെങ്കിൽ നിങ്ങളൊക്കെ ചങ്ങായിമാരായതുകൊണ്ട് മാത്രമാണ്. അതിൽ കൂടുതൽ എനിക്ക് നിങ്ങളോടൊന്നും പറയാൻ വേണ്ടിയിട്ടില്ല ഈ വിഷയത്തിൽ. സർക്കാരിനെതിരെ ആരോപണം വരുന്ന, സർക്കാർ പ്രതിരോധത്തിലാകുന്ന ഒരു വിഷയം ഹിജാബാണ്. അവിടെ എങ്ങനെയാണ്? ക്രൈസ്തവ സമുദായത്തിനെതിരെയാണ്, ക്രൈസ്തവ സഭകൾക്കെതിരെയുള്ള നിലപാടാണ് വരുന്നത്. അങ്ങനെ നമുക്ക് ഒരു മതവിഭാഗത്തിനെതിരെ മാത്രം സർക്കാർ നിലപാട് സ്വീകരിച്ചു എന്ന് എങ്ങനെ? മറുവശത്ത് എന്താ ചെയ്തത്? അല്ല, മറുവശത്ത് അവർ ആരുടെ കൂടെ നിന്നത്? അല്ല, ശരി ആയിക്കോട്ടെ, മറുവശത്ത് അവർ ആരുടെ കൂടെ നിന്നത്? ഒരു മതവിഭാഗത്തിന് വേണ്ടി മാത്രം നിലകൊള്ളുന്നു എന്ന് പറയേണ്ടി. മറ്റേതൊക്കെയോ സംഘടനകൾ. അല്ല, ആര്? സർക്കാർ. അല്ല, ഞാൻ പറഞ്ഞത് കൂടുതലായിട്ട് വന്നിട്ടുള്ള ആക്രമണങ്ങളാണ് ഇത്. നിങ്ങൾ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള മുഴുവൻ വിഷയങ്ങൾ നിങ്ങൾ എടുത്തു നോക്കുന്നു. ശബരിമല പോലെ കേരളത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു വിഷയം, ഒരു ക്ഷേത്രത്തിൽ, ഏതെങ്കിലും ഒരു ദേവാലയത്തിൽ ഉണ്ടായിട്ടുള്ള സമരത്തെക്കുറിച്ചിട്ടും ഇതുപോലെ രഹന ഫാത്തിമയെ കയറ്റിയത് പോലെയുള്ള ഒരു വിഷയം മഞ്ജുഷ് പറ. കേരളത്തിൻ്റെ ചരിത്രത്തിൽ നിങ്ങൾ പറ, ശബരിമല ഉണ്ടായിട്ട് പോലെയുള്ളത്. ഇനി ഏറ്റവും കേരളം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ദേവാലയത്തിലെ കൊള്ളയെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്ത് നടക്കുക. ഇതുപോലെ ഉണ്ടായിട്ടുള്ള ഒരു വിഷയം നിങ്ങൾ പറ. അങ്ങനെ പറയാൻ വേണ്ടി പറ്റില്ല എന്ന്. അതാ ഞാൻ പറഞ്ഞത്, ദേവസ്വം ബോർഡുകളെ ഉപയോഗിച്ചിട്ട്, ഇവരുടെ നേതാക്കന്മാരെ ഉപയോഗിച്ചിട്ട് ഇവർ കാലാകാലങ്ങളോട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് തന്നെയാണെന്ന് ഞാൻ പറയാൻ വേണ്ടി വന്ന പോയിന്റോട് പറഞ്ഞ് പൂർത്തിയായിക്കോട്ടെ മഞ്ജുഷേ. ഇവിടെ ഏതൊക്കെയോ സംഘടനകൾ എവിടെയൊക്കെയോ പോയി പരാതി കൊടുത്തു, കേസ് കൊടുത്തു എന്ന് പറഞ്ഞിട്ട് അതൊന്നും സംഘപരിവാരത്തിന് തലക്കയറ്റി ഇടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ സോഷ്യൽ മീഡിയ ഉള്ള കാലഘട്ടത്തിലെങ്കിലും, ഇത്രയധികം ചാനൽ ഉള്ള കാലഘട്ടത്തിലെങ്കിലും ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രതിനിധി ഇനിയെങ്കിലും ശ്രമിക്കരുത്. ഇവിടെ ചീഫ് ജസ്റ്റിസിനെതിരെ അത്തരത്തിലൊരു ആക്രമണം ഉണ്ടായപ്പോൾ ആദ്യമായിട്ട് പ്രതികരിച്ച ആളുടെ പേര് ശ്രീ നരേന്ദ്രമോദി എന്നുള്ള ഇന്ത്യൻ പ്രധാനമന്ത്രിയാണെന്ന്. അങ്ങനെയെങ്കിൽ ഞാൻ തിരിച്ചു ചോദിക്കട്ടെ, ഇന്നത്തെ പത്രത്തിൽ ഒരു റിപ്പോർട്ടുണ്ട്. 2014 BJP സർക്കാർ അധികാരത്തിൽ വരുമ്പോഴത്തേക്ക് നക്സൽ ബാധിതരായിട്ടുള്ള ജില്ലകൾ 115ഓളമായിരുന്നു ഈ രാജ്യത്ത്. എന്ന് പറഞ്ഞാൽ കേരളവും തമിഴ്നാടും കർണാടകവും ആന്ധ്രാപ്രദേശും ഒക്കെ ഉള്ള ആ ഒരു ഭാഗത്തിന്റെ അത്രത്തോളം വരുന്ന ജില്ലകൾ ഇപ്പോൾ ഏകദേശം 13 ജില്ലകളിലേക്കായിട്ട് നക്സലുകളെ നിർത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ അവരെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. CPM കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ മാവോയിസ്റ്റുകളെ ഓൺ ചെയ്യുന്നുണ്ടോ? CPI മാവോയിസ്റ്റ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓൺ ചെയ്യുന്നുണ്ടോ? അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും എവിടെയും ചെരുപ്പേറ് നടത്തിയെന്ന് പറഞ്ഞിട്ട് സംഘപരിവാരത്തിന്റെ തലയിലെ കൊണ്ട് നിങ്ങൾ വെക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇത് നിങ്ങൾ ഓൺ ചെയ്യണമെന്ന്. അതല്ലാതെ പണ്ടേതോ ഈ ദേശാഭിമാനിയിൽ വന്നിട്ടുള്ള വാർത്തകൾ വെച്ചിട്ട് അതിനകത്ത് വന്നിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ ഉപയോഗിച്ചിട്ട് നിങ്ങൾ ദയവ് ഇത് മറുപടി കൊടുക്കേണ്ട വിഷയം ഇതാണ്. ശ്യാംരാജ് പറയുന്നു ഹിന്ദു സമുദായത്തിനെതിരെ മാത്രമാണ് സർക്കാർ ഇങ്ങനെ ഒരു കടന്നുകയറ്റം നടത്തുന്നത് എന്നാണ്. പക്ഷേ അത് ഈ വോട്ട് ബാങ്ക് രാഷ്ട്രീയം തിരിച്ചറിഞ്ഞ് ഇപ്പോൾ നിലപാട് മാറ്റിക്കൊണ്ട് പുതിയ ഒരു അജണ്ട തന്നെയാണ് CPM-ഉം LDF-ഉം ഒക്കെ മുന്നോട്ട് വയ്ക്കുന്നത്. മറ്റൊരു കാര്യം, അയ്യപ്പ സംഘമൊക്കെ അതിൻ്റെ ഭാഗമായിട്ടുള്ളതാണല്ലോ. പക്ഷേ അവിടെ അത് കണ്ടറിഞ്ഞുകൊണ്ട് എതിർ നീക്കം നടത്തുകയാണ്
UDF-ഉം BJP-യും ഒക്കെ. അതാണ് പഴയ കാര്യങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് അക്കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് തിരിച്ചു പോകേണ്ടി വരുന്നത്. അതിനൊരു ഉദാഹരണം കൂടിയാണ് ഈ പൊറോട്ടയും ബീഫും ഒക്കെ. നോക്കൂ, ബഹുമാനപ്പെട്ട BJP-യുടെ പ്രതിനിധി ഇവിടെ സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്. വളരെ ഹീനമായ കുറ്റകൃത്യങ്ങളും കൊലപാതകങ്ങളും സംഘപരിവാരത്തിന്റെ നേതൃത്വത്തിൽ ഈ രാജ്യത്ത് നടപ്പിലാക്കിയതിനു ശേഷം ഞങ്ങൾക്കിതിൽ യാതൊരുവിധ പങ്കുമില്ല എന്ന് പറഞ്ഞ് കൈ കഴുകുന്ന ഗീവൽസിയൻ തന്ത്രം നിങ്ങൾ പല കുറി ഇവിടെ ആവർത്തിച്ച് ഫലപ്രദമായി വിജയം കൈവരിച്ച കാര്യമാണ്. അത് ഗാന്ധി വധം മുതൽ ഗൗരി ലങ്കേഷിന്റെ വധം വരെയുള്ള ഏത് കാര്യമെടുത്ത് പരിശോധിച്ചാലും നിങ്ങളുടെ കയ്യിലെ പാപക്കറ നിങ്ങൾ ഇത്ര ആവർത്തിച്ച് പറഞ്ഞാലും അത് മാറുന്നതല്ല എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത്. എനിക്ക് ആ ഒരൊറ്റ വരിയിൽ നിങ്ങളെ എനിക്ക് നിർത്താൻ വേണ്ടി കഴിയും. പിന്നെ നിങ്ങൾ പറഞ്ഞ മാവോയിസ്റ്റ് വേട്ടയെ സംബന്ധിച്ച് നിങ്ങൾ തന്നെ പറഞ്ഞു തുടച്ചു നീക്കിയെന്ന്. ആ അരുംകൊലകളെ സംബന്ധിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ അഖിലേന്ത്യാ സെക്രട്ടറി ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാവ് സഖാവ് MA ബേബി ഈ കൂട്ടക്കുരുതി മാവോയിസ്റ്റ് വേട്ട എന്ന് പറഞ്ഞ് നിരപരാധികളെ നിങ്ങൾ കൊന്നൊടുക്കുന്നത് ഇന്ത്യക്ക് ചേർന്ന പ്രവൃത്തിയല്ല എന്ന് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിനപ്പുറം ഞാൻ പറയേണ്ട കാര്യമില്ല. ഒരു തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള നിങ്ങൾ ഇടയ്ക്ക് കയറി പറയരുതേ. ഞാൻ സവിഷ്ണതയോടെ കേട്ടിരുന്നതല്ലേ. നിങ്ങൾ ആരെങ്കിലും വിയോജിപ്പ് രേഖപ്പെടുത്തുന്നവരെ കൊലപ്പെടുത്തിയല്ല ഇവിടെ ഉന്മൂലന സിദ്ധാന്തമല്ല നടപ്പിലാക്കേണ്ടത്. പിന്നെ വലിയ വായിൽ വർത്തമാനം പറഞ്ഞ കോൺഗ്രസിന്റെ പ്രതിനിധിയോടാണ്. നിങ്ങൾ ഈ രാജ്യത്ത് എല്ലാ കാലത്തും സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ മുതൽ ഇന്ന് പരിശോധിച്ചാൽ എല്ലാ കാലത്തും അന്തചിത്രങ്ങളും ഈ രാജ്യത്തെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഈ വർഗീയതയും വിധ്വംസക പ്രവർത്തനവും നടപ്പിലാക്കിയ ചരിത്രമേ ഉള്ളൂ. ബാബറി മസ്ജിദ്, രാമജന്മഭൂമി തർക്ക പ്രശ്നം ജവഹർലാൽ നെഹ്റു ഗോവിന്ദ് വല്ലഭ് പന്തിന്റെ അടുത്ത് ആവർത്തിച്ച് ആവശ്യപ്പെട്ടതാണ്. ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള ഒരു നീച പ്രവർത്തിക്ക് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് തുടക്കമിടരുത്. അന്ന് UP-യുടെ മുഖ്യമന്ത്രിയും PCC പ്രസിഡന്റുമായിരുന്ന ഗോവിന്ദ് വല്ലഭ് പന്ത് തുടക്കമിട്ടതാണ് ആ ബാബറി മസ്ജിദിന്റെ മിനാരങ്ങൾ കോടതിയുടെ പിന്തുണയോടുകൂടി തകർക്കപ്പെട്ടത് എന്ന യാഥാർത്ഥ്യം നാം മനസ്സിലാക്കണം. ആദ്യം അതിനു മുൻപ് കർഷകരാൽ തകർക്കപ്പെട്ടു. അതിന് നിദാനമായ കാരണമെന്ന് പറയുന്നത് ഈ തരത്തിൽ കോൺഗ്രസിന്റെ ഈ രൂപത്തിലുള്ള വർഗീയതയ്ക്ക് വളം വയ്ക്കുന്ന ഇന്ന് ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതാവ് NK പ്രേമചന്ദ്രൻ നടത്തിയ പ്രസംഗത്തിന് തുല്യമായി ഗോവിന്ദ് വല്ലഭ് പന്ത് നടത്തിയിട്ടുള്ള ഇടപെടലാണ്, ഗൂഢാലോചനയാണ് ഈ കാര്യത്തിലേക്ക് ചെന്നെത്തിയത്. പിന്നെ നിങ്ങൾ നോക്കൂ, അടിയന്തരാവസ്ഥയെ മറച്ചുവെക്കാൻ ഇന്ദിരാഗാന്ധിയും മകൻ സഞ്ജയ് ഗാന്ധിയും കൂടെ അതിന്റെ വേട്ടയെ മറച്ചുവെക്കുന്നതിന് വേണ്ടി ന്യൂനപക്ഷ ആക്രമണം ഡൽഹിയിൽ സംഘടിപ്പിച്ചിട്ടുണ്ട്. ജുമാ മസ്ജിദിന് ചുറ്റും താമസിച്ചിരുന്ന 10,000-കണക്കിന് വരുന്ന മുസ്ലിങ്ങളെ ആട്ടി ഓടിച്ചു. അവർ വംശവർദ്ധന ഉണ്ടാകുന്നു എന്ന് പറഞ്ഞ് നിർബന്ധിതമായിട്ടുള്ള വന്ധ്യംകരണത്തിന് വിധേയമാക്കി. കോൺഗ്രസിന് ഇങ്ങനെ ഒരു ചരിത്രമുണ്ട്. ആ ചരിത്രം നിങ്ങൾ എത്ര ഒളിച്ചു വെക്കാൻ ശ്രമിച്ചാലും ഈ രാജ്യത്ത് അത് ഒരു ഘട്ടം കഴിയുമ്പോൾ മറന്നേക്ക് നിങ്ങൾ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഫാത്തിമയും ശബരിമലയുമായി കൂട്ടിച്ചേർത്ത് വെച്ച് വായിച്ച് ഈ രാജ്യത്ത് ആവർത്തിച്ച് ഈ നാട്ടിൽ ആവർത്തിച്ച് കലാപം ഉണ്ടാകുന്നെങ്കിൽ ഉണ്ടായിക്കൊള്ളട്ടെ. നേരത്തെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു, ഇനി എന്തൊക്കെ വരാൻ കിടക്കുന്നു, ഒരു പ്രളയം വരാൻ കിടക്കുന്നു, അതുപോലെ തന്നെ പകർച്ചവ്യാധി വരാൻ കിടക്കുന്നു. ദുരന്തങ്ങളിൽ കണ്ണും നട്ടിരിക്കുന്ന കോൺഗ്രസ് നേതാവിനെ പോലെയാണ് വർഗീയ ലഹളകളിൽ കണ്ണും നട്ട് വിദൂര കാഴ്ചക്കാരനായി NK പ്രേമചന്ദ്രനെ പോലുള്ള ആളുകൾ മാറുന്നത് ഈ നാടിന് അപമാനകരമാണെന്നല്ലാതെ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും ഞാൻ ചർച്ച അവസാനിപ്പിക്കുകയാണ്. സുരേഷ് കുമാർ നന്ദി, ശ്യാംരാജ് നന്ദി. ഈ നാടിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ പാതകമാണ്. EMS-നെ കൂടെ തള്ളി പറയും, EMS-നെ കൂടെ ബാബറിയുടെ കാര്യത്തിൽ. ശരി, നന്ദി. ചർച്ച അവസാനിപ്പിക്കുകയാണ്. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: NK പ്രേമചന്ദ്രന്റെ പ്രസ്താവനയോട് യോജിക്കുന്നുണ്ടോ? യോജിക്കുന്നവർ 86%, ഇല്ലാത്തവർ 12%. വേണ്ടിവരെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.